ഹായ് എവ്രിവൺ. ഈ വീഡിയോയിലൂടെ നമുക്ക് വളരെ കൃത്യമായിട്ട് എന്താണ് ഡെറിവേറ്റീവ്സ്, എന്താണ് ഓപ്ഷൻസ്, എന്താണ് ഫ്യൂച്ചേഴ്സ്, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമ്മൾ ഇതിനു മുമ്പേ ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂടാതെ ക്യാൻഡിൽ സ്റ്റിക്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമല്ലാതെ ബ്രോക്കർ അക്കൗണ്ടും ബ്രോക്കറിനെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് എന്ന രീതിയിലോട്ട് വരുന്ന സമയത്താണ് നമ്മൾ ഈ ഓപ്ഷൻസിലോട്ട് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കേട്ടിരിക്കാൻ വഴി എന്ന് പറയുന്നത് ഈ ഓപ്ഷൻസ് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കൊരു ബേസിക് ഐഡിയ മുതൽ ചെറുതായിട്ട് ഓപ്ഷൻസ് അത് കംപ്ലീറ്റ്ലി നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാണ്. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് എന്താണ് ഓപ്ഷൻസ്, എങ്ങനെയാണ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നടക്കുന്നത്, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ ക്ലാസ്സിലോട്ട് കടക്കാം. ഒരു ബേസിക് ലെവൽ മുതലാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പോകുന്നത്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു എൻട്രി ഫിൻ അക്കാഡമി. ദിസ് ഇസ് എലിസബത്ത്. ആദ്യം തന്നെ ഈ ക്ലാസ്സിൻ്റെ ഒരു അജണ്ട നമുക്ക് പറയാം. നമ്മൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ എന്തിനാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന കാര്യം ഉള്ളത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതായത് ഈ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന പാർട്ട് എന്തിനാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്, അത് നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത്, ആ ഒരു കാര്യങ്ങൾ. പിന്നെ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർ എന്തിനാണ് ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുന്നത്, കൂടാതെ എന്താണ് ഡെറിവേറ്റീവ്സ്, അതുകൂടാതെ ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ്സ്. പിന്നെ ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും ഒക്കെയാണ് ആ കാര്യത്തിൽ വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഹൗ ഡെറിവേറ്റീവ് വർക്ക്സ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറയുന്നത് ഇതിൻ്റെ റിസ്ക്കും കാര്യങ്ങളും, ഹു ഷുഡ് ആൻഡ് ഷുഡ് നോട്ട് ട്രേഡ് ഇൻ ഡെറിവേറ്റീവ്സ് എന്നുള്ള കാര്യമാണ്. സോ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യം തന്നെ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്. നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ കൃത്യമായിട്ട് ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. നിങ്ങൾക്കൊരു ബേസിക് മുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ വാച്ച് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒരു ഐഡിയ തരാം. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. അവിടെ എന്താണ് ട്രേഡ് ചെയ്യുന്നത്? ഷെയർസ് ആണ് ട്രേഡ് ചെയ്യുന്നത്. ഷെയർസിൻ്റെ കോൺട്രാക്റ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ഇക്വിറ്റി ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റോക്കാണ് പർച്ചേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഇക്വിറ്റിയാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഓണർഷിപ്പാണ് ലഭിക്കുന്നത്. അതാണ് എന്തിൻ്റെ കേസിൽ വരുന്നത്, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കേസിൽ ഇക്വിറ്റിയുടെ അണ്ടറിൽ വരുന്നത് എന്താണ്, നമുക്കൊരു ഓണർഷിപ്പാണ് ലഭിക്കുന്നത്. പിന്നെ ഇവിടെ എന്താ, കമ്പനീസിനെ മണി റേസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, IPO ത്രൂ ആണ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കമ്പനീസിന് പൈസ റേസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. കൂടാതെ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ പൈസേനെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഫോർ എക്സാമ്പിൾ, 100 രൂപയ്ക്ക് വാങ്ങുന്ന സാധനം നേരെ 150 എത്തിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. വർഷങ്ങൾ എടുത്തിട്ടാണെങ്കിലും 150 എത്തിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ്, ഇൻവെസ്റ്റേഴ്സിനെ ഇവിടെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്തത്. 100 നിന്ന് 150 എന്ന് പറയുമ്പോഴത്തേക്കും ഇൻവെസ്റ്റേഴ്സിനെ അവരുടെ വെൽത്ത് ഗ്രോ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നത്. ഇനി മെയിൻ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്, ക്യാഷ് സെഗ്മെന്റ് ഉണ്ട്, ഡെറിവേറ്റീവ് സെഗ്മെന്റ് ഉണ്ട്. ഈ ക്യാഷ് സെഗ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താ, ബേസിക്കലി നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റ്. അതായത് നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പറയത്തില്ല, ഈ റിലയൻസ്, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ സ്റ്റീൽ, അല്ലെങ്കിൽ HDFC, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, ഇങ്ങനെയൊക്കെയുള്ള സ്റ്റോക്സുകളൊക്കെ എന്താണ് ഈ ഇക്വിറ്റി സെഗ്മെന്റിൽ വരുന്ന കാര്യമാണ്. അടുത്തതെന്ന് പറയുന്നതാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇപ്പം ഞാൻ അതിനെപ്പറ്റി അധികം എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. പിന്നെ ഒന്നുകൂടെ ഉണ്ട് കമോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ക്രൂഡ് ഓയിലൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യത്തില്ലേ, അതായത് റോ സബ്സ്റ്റൻസസിൽ ട്രേഡ് ചെയ്യുന്നതാണ് നമ്മുടെ കമോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത്. അതിൽ ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഹൗ ക്യാഷ് മാർക്കറ്റ് വർക്ക്സ്. അതായത് നമ്മളൊരു ഷെയർ പർച്ചേസ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. നമ്മൾ ഏതെങ്കിലും കമ്പനിയുടെ ഒരു ഷെയർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഓണർ ആകുകയാണ് ചെയ്യുന്നത്, പാർട്ട് ഓണർ ആകുകയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രോഫിറ്റ് എങ്ങനെയാണ് വരുന്നത്, 2 രീതി പ്രോഫിറ്റ് വരാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രൈസ് അപ്രീസിയേഷൻ, അതായത് 100 രൂപയുടെ ഒരു സാധനം 150 രൂപയാവുകയാണെങ്കിൽ അവിടെ എന്തോ സംഭവിക്കുന്നത്, പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണ്, പ്രൈസ് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആണ്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, കമ്പനി ലാഭം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന, അവരുടെ കമ്പനി ലാഭം ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ലാഭവീതത്തെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. എല്ലാ കമ്പനീസും ഡിവിഡൻഡ് തരണം നിർബന്ധമുണ്ടോ? ഇല്ല. അങ്ങനെ എന്നാലും ഡിവിഡൻഡ് തരുന്ന കമ്പനീസും ഉണ്ട്. പിന്നെ റിസ്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനനുസരിച്ച് ലിമിറ്റഡും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു 10,000 രൂപയാണെങ്കിൽ
നമ്മുടെ റിസ്ക് എന്ന് പറയുന്ന ആ ഒരു 10,000 രൂപ എന്ന രീതിയിലാണ് വരുന്നത്. ഇനി നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലിമിറ്റേഷൻ നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ തന്നെ പ്രൈസ് മുകളിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് പണം ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇൻട്രാഡേ അങ്ങനത്തെ ഉള്ള എക്സെപ്ഷൻസ് ഉണ്ട്. അതല്ലാതെ നോക്കുമ്പോൾ എന്താണ്, പ്രൈസ് മുകളിലോട്ട് പോയാൽ മാത്രം, അതായത് പ്രൈസ് എപ്പോൾ ഹൈക്ക് ചെയ്യുന്നു അപ്പോഴാണ് നമുക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റുക. പിന്നെ നമുക്ക് നല്ല റിട്ടേൺസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഹ്യൂജ് ക്യാപിറ്റൽ വേണം. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്ന് സെറ്റിൽഡ് റിട്ടേൺസ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എത്രയുണ്ടോ അതിനനുസരിച്ചുള്ള റിട്ടേൺസ് ആയിരിക്കും നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. അടുത്തതെന്ന് പറയുന്നത്, നമുക്ക് മാർക്കറ്റൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിസ്ക് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ കൊറോണയുടെ സമയം ഒന്ന് ആലോചിച്ച് നോക്കുക. കൊറോണയുടെ സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്ത സമയത്ത് നമുക്ക് എവിടെ റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ള കാര്യത്തിലൊക്കെ വളരെ സംശയമായിരിക്കും. അത് റെയർ സിറ്റുവേഷനാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് പറയാൻ പറ്റും റിസ്ക് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് മാർക്കറ്റ് നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന സമയത്ത്. അടുത്തതെന്ന് പറയുന്നതാണ് നോ ഫ്ലെക്സിബിലിറ്റി ഫോർ ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഹെഡ്ജിങ് എന്ന് പറയുന്നത് നമ്മുടെ ലോസിനെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങളൊന്നും എവിടെ ഇല്ല, ഇക്വിറ്റി മാർക്കറ്റിൽ ഇല്ല. ഇതാണ് നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നോർമൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനി എന്തിനാണ് ഡെറിവേറ്റീവ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ കാണുന്ന ഈ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് കൊല്ലങ്ങളെടുത്ത് ഇതുപോലെ ആയിട്ട് വന്നതാണ് ഈ ഒരു രീതിയിൽ. അപ്പോൾ എന്തിനാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ റിസ്കിനെ മാനേജ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. അതായത് നമുക്ക് ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇക്വിറ്റിയിൽ ഒരു ട്രേഡ് എടുത്തു, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ ട്രേഡ് എടുത്തു, നമുക്ക് അതിൻ്റെ കൗണ്ടർ പൊസിഷൻസ് ഡെറിവേറ്റീവ്സിൽ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ മനസ്സിലാവില്ല, നമ്മൾ കുറച്ചുകൂടെ പഠിച്ചു വരുന്ന സമയത്ത് ഞാനിത് പറഞ്ഞുതരാം. അപ്പോൾ കൗണ്ടർ പൊസിഷൻസ് എടുക്കുമ്പോൾ നമുക്കൊന്ന് സേഫ് ആകാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് പെട്ടെന്നുള്ള പ്രൈസ് ഫ്ലക്ച്വേഷൻസിൽ നിന്ന് നമുക്ക് എന്താണ് നമ്മളെന്ന് രക്ഷിക്കാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഏകദേശം ഉറപ്പാണ് നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞ് ഒരു പോയിന്റിൽ മാർക്കറ്റ് ഫോൾ ആകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അതിന് കൗണ്ടർ പൊസിഷൻസ് എടുക്കാം. അതായത് ആ ഫ്ലക്ച്വേഷൻസിൽ നിന്ന് നമ്മളെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി എന്ത് ഹെൽപ്പ് ചെയ്യും, ഈ ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്തെന്ന് പറയുന്നതാണ് ടു അലോ പ്രോഫിറ്റ് ഇൻ ബോത്ത് റൈസിങ് ആൻഡ് ഫോളിംഗ് മാർക്കറ്റ്. ഡെറിവേറ്റീവ്സിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ മാത്രമല്ല മാർക്കറ്റ് താഴെ വരുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഈ ഡെറിവേറ്റീവ് മാർക്കറ്റിലോട്ടും ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്നത്. കൂടാതെ ചെറിയ ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സിലോട്ട് പറയാം. ഇനി അടുത്തെന്ന് പറയുന്നത് ടു റെഡ്യൂസ് അൺസർട്ടനിറ്റി ഫോർ ബിസിനസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൗണ്ടർ പൊസിഷൻസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ബിസിനസ്സുകാർക്കും അതേപോലെ ഇൻവെസ്റ്റേഴ്സിനും എന്താണ് ഒരു കുറച്ചുകൂടെ സേഫ്റ്റിയാണ്, അൺസർട്ടനിറ്റിയും കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തത്, ഈ ഒരു ക്ലാസ് ഇനിയും തൊട്ടാണ് നമുക്ക് പ്രോപ്പർലി ഒരു ഇൻട്രസ്റ്റിംഗ്, നമ്മുടെ ക്ലാസ്സിൻ്റെ മെയിൻ കാര്യത്തിലോട്ട് വരുന്നത് ഇപ്പോഴാണ്. എന്താണ് ഡെറിവേറ്റീവ് എന്ന് മനസ്സിലാക്കാം. അതായത് നിങ്ങൾ എല്ലാവർക്കും സ്റ്റോക്ക് എന്താണെന്ന് അറിയാമല്ലോ, അതായത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. അപ്പോൾ ഇനി അറിയത്തില്ലെങ്കിൽ ഞാൻ നേരെ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കാം. ആ വീഡിയോ എന്തായാലും കണ്ടു നോക്കിയാൽ ഈ കാര്യങ്ങളെ പറ്റി നല്ല ഐഡിയ കിട്ടും. അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം ഇത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ഐഡിയാസ് കിട്ടും. ആദ്യം തന്നെ എന്താണ് ഡെറിവേറ്റീവ് ചോദിക്കുകയാണെങ്കിൽ, ഡെറിവേറ്റീവ് ഇസ് എ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഹൂസ് വാല്യൂ ഇസ് ഡിറൈവ് ഫ്രം ആൻ അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞിട്ട്. വല്ല മനസ്സിലായോ? ഇല്ലയെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ ഡെറിവേറ്റീവ് എന്നുള്ളത് ഞാൻ വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ ത്രൂ മനസ്സിലാക്കി തരാം. അതായത് ഡെറിവേറ്റീവ്, ആ പേര് തന്നെ ആലോചിച്ച് നോക്കിയേ, ഡിറൈവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സാധനത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ എടുക്കുക, ഡിറൈവ് ചെയ്ത് എടുക്കുക. നമ്മൾ നമ്മുടെ ക്രൂഡ് ഓയിലിൽ നിന്നല്ലേ പെട്രോൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രൂഡ് ഓയിലാണ് ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോൾ ഡിറൈവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിറൈവ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ പെട്രോൾ എന്ന് പറയുന്നത് ഒരു ഡെറിവേറ്റീവ് ആയിട്ട് മാറുവാണ്. ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ പെട്രോൾ എന്തായി മാറി, ഒരു ഡെറിവേറ്റീവ് ആയിട്ട് മാറി. ഞാൻ സിമ്പിളായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡെറിവേറ്റീവ് ഇസ് എ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, സംതിങ് വിച്ച് ഹാസ് വാല്യൂ. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഡെറിവേറ്റീവ്. അതിൻ്റെ വാല്യൂ എവിടെ നിന്നാണ് ലഭിക്കുന്നത്, ഒരു അണ്ടർലൈയിങ് അസറ്റിൽ നിന്നാണ്. ഈ രണ്ട് പേരുകൾ ഓർത്ത് വെക്കുക. ഒരു അണ്ടർലൈയിങ് അസറ്റ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഈ ഡെറിവേറ്റീവ് എന്ന് പറയുന്നതും പേര് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക.
ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പേജിൽ വന്നിട്ട് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ ഡെറിവേറ്റീവ് എന്ന് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്കറിയാം ഒരു അണ്ടർലൈങ് അസറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ഡെറിവേറ്റീവ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ക്രൂഡ് ഓയിലിൻ്റെ പെട്രോളിൻ്റെ കാര്യം എടുക്കുക. ഈ ക്രൂഡ് ഓയിലിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് പെട്രോൾ. അപ്പോൾ ഇവിടുത്തെ അണ്ടർലൈങ് അസറ്റ് എന്താണ്? ഈ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ ക്രൂഡ് ഓയിലിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് പെട്രോൾ. അപ്പോൾ അണ്ടർലൈങ് അസറ്റ് എന്താണ്? ക്രൂഡ് ഓയിൽ. അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. മിൽക്ക്. നമുക്ക് ഇഷ്ടം പോലെ മിൽക്ക് പ്രൊഡക്ട്സ് ഉണ്ട്. കേർഡ് ഉണ്ട്, നമ്മുടെ ഗീ ഉണ്ട്, ബട്ടർ ഉണ്ട്. അതായത് മിൽക്കിൽ നിന്ന് ഡയറക്റ്റ്ലി നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരുപാട് മിൽക്ക് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് മിൽക്ക് എടുക്കാം. മിൽക്കിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് എടുക്കാം. അതായത് നമ്മുടെ കേർഡ് എടുക്കാം. ഓക്കെ, കേർഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കാം, മിൽക്കിൻ്റെ വില കൂടുകയാണ് എന്ന് വിചാരിക്കുക. മിൽക്കിൻ്റെ വില കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള കേർഡിൻ്റെ വിലയിലും എന്ത് സംഭവിക്കും? വില വില കൂടുന്നുണ്ടാകും. മിൽക്കിൻ്റെ വില കൂടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള കേർഡിൻ്റെ വിലയും എന്ത് സംഭവിക്കുന്നുണ്ടോ? കൂടുന്നുണ്ടായിരിക്കും. ഇനി ഇതുപോലെ തന്നെ മിൽക്കിൻ്റെ വില കുറയാണ്, പാലിൻ്റെ വില കുറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു കേർഡിൻ്റെ വിലയും കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഇതിൻ്റെ അകത്ത് മിൽക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു അണ്ടർലൈങ് അസറ്റ് ആണ്. ഇനി ഇതിനകത്ത് കേർഡ് എന്ന് പറയുന്നു. ഈ കേർഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്ത്? ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കാര്യം. മനസ്സിലായോ? കേർഡാണ് ഇവിടുത്തെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്, മിൽക്കാണ് അണ്ടർലൈങ് അസറ്റ്. അപ്പോൾ ഈ അണ്ടർലൈങ് അസറ്റിൽ എന്താണോ സംഭവിക്കുന്നത് അതേപോലെ ആയിരിക്കും എവിടുത്തെ പ്രൈസ് ഫ്ലക്ച്വേഷൻ? ഈ ഡെറിവേറ്റീവിലെ പ്രൈസ് ഫ്ലക്ച്വേഷൻ. അണ്ടർലൈങ് അസറ്റ് കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഡെറിവേറ്റീവിൻ്റെ പ്രൈസ് കൂടും. അണ്ടർലൈങ് അസറ്റിൻ്റെ പ്രൈസ് കുറയുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഡെറിവേറ്റീവിൻ്റെ പൈസ കുറയും. നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ ക്രൂഡ് ഓയിൽ ഓർക്കുക, പെട്രോൾ ഓർക്കുക. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പെട്രോളിൻ്റെ പൈസ എന്ത് സംഭവിക്കും? കൂടുക തന്നെ ചെയ്യും. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ അതിൻ്റെ ബാരലിൽ കുറയുന്ന സമയത്ത് പെട്രോളിൻ്റെ പൈസയ്ക്കും എന്ത് സംഭവിക്കും? അത് കുറയുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഈ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് എന്താണ് ഈ ഡെറിവേറ്റീവ് നമുക്ക് നോക്കാം. സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഇപ്പോൾ ഡെറിവേറ്റീവ് പലതായിട്ട് തിരിച്ചിട്ടുണ്ട്, അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കുക. ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനി. ഈ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിക്ക് എന്തുണ്ട്? ഒരു ഡെറിവേറ്റീവ് ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ടാറ്റ മോട്ടോഴ്സിൻ്റെ വില കൂടുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഡെറിവേറ്റീവിൻ്റെ പ്രൈസ് എന്ത് സംഭവിക്കും? കൂടും. ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രൈസ് കുറയുകയാണ് എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഡെറിവേറ്റീവിൻ്റെ പ്രൈസിൽ എന്ത് സംഭവിക്കും? കുറയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതിന് ഇവിടെ സ്റ്റോക്കാണ് അണ്ടർലൈങ് അസറ്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായോ? സ്റ്റോക്കാണ് അണ്ടർലൈങ് അസറ്റ് ആയിട്ട് വരുന്നത്. ആ സ്റ്റോക്കിൻ്റെ ഡെറിവേറ്റീവാണ് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ പ്രൈസിങ്ങും വരിക. ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ ഡെറിവേറ്റീവിനെ പറ്റി? മുന്നോട്ട് പോകുമ്പോഴായിരിക്കും കൃത്യമായിട്ട് മനസ്സിലാവും. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ബുക്കും പെന്നും എടുത്ത് എഴുതി വെക്കുക. അപ്പോൾ മുന്നോട്ട് പോകുന്ന ക്ലാസ്സുകൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. ഇനി നമുക്ക് ബാക്കിലെ പേജിലോട്ട് വരാം. ഡെറിവേറ്റീവ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ എവിടെ നിന്നാണ് കിട്ടുന്നത്? അണ്ടർലൈങ് അസറ്റിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിനെ ഡെറിവേറ്റീവിൻ്റെ എക്സാമ്പിളായിട്ട് എടുക്കാം. ഇനി നമുക്ക് രണ്ട് തരത്തിലുള്ള ഡെറിവേറ്റീവ്സ് ആണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നതും ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഈ ഓപ്ഷൻസ് ഭയങ്കര ഫേമസ് ആണ്. എല്ലാവർക്കും ട്രേഡ് ചെയ്യാൻ ഇഷ്ടം, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ച് ട്രേഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ റിയാലിറ്റി നമുക്ക് പോകും വഴി ഡിസ്കസ് ചെയ്യാം. ഇനി ഒരു നോട്ട് പറയാനുള്ളത്, എല്ലാ കമ്പനികളും സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് കമ്പനീസ് ലിസ്റ്റഡ് ആയിട്ടുണ്ട്. ഇതിൽ എല്ലാവർക്കും ഡെറിവേറ്റീവ് ഉണ്ടോ? ഇല്ല. എല്ലാ കമ്പനീസിനും ഇല്ല. ഇതിൽ അത്യാവശ്യം നല്ല ലിക്വിഡിറ്റി ഉള്ള കമ്പനീസിൽ മാത്രമേ ഡെറിവേറ്റീവ് ഉള്ളൂ. അപ്പോൾ എല്ലാ കമ്പനീസിലും ഡെറിവേറ്റീവ് ഉണ്ട് എന്ന് വിചാരിക്കരുത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇൻഡെക്സിൽ ഡയറക്റ്റ്ലി ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. പക്ഷേ നമുക്ക് ഈ ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഓക്കെ, ഇൻഡെക്സിലും ട്രേഡ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്ത് പറ്റും? ഡെറിവേറ്റീവ് യൂസ് ചെയ്ത് പറ്റും.
ഇനി ഡെറിവേറ്റീവ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഡെറിവേറ്റീവിലെ ആദ്യത്തെ കാര്യമാണ് ഈ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്, ഫ്യൂച്ചർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഫ്യൂച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫ്യൂച്ചർ ട്രേഡിംഗ് മീൻസ് എഗ്രീയിങ് ടുഡേ ടു ബൈ ഓർ സെൽ സംതിങ്. ഫൈനാൻഷ്യൽ കോൺട്രാക്റ്റിലാണ് അറ്റ് ഫിക്സ്ഡ് പ്രൈസ് ഓൺ ഫ്യൂച്ചർ ഡേ. ദ പ്രൈസ് ഇസ് ഡിസൈഡഡ് നൗ ബട്ട് ട്രാൻസാക്ഷൻ ഹാപ്പൻസ് ലേറ്റർ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു കച്ചവടം നടക്കും എന്ന് നമ്മൾ ഇപ്പോഴേ വിലയൊക്കെ കൊടുത്ത് ആ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് വെക്കുവാണ്. ഫ്യൂച്ചർ ഡേറ്റിൽ പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന പ്രൈസിൽ ഒരു കച്ചവടം നടക്കുമെന്ന് നമ്മൾ ഇപ്പോഴേ ഡിസൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നമ്മൾ പഴയ കാലങ്ങളിലോട്ടൊക്കെ പോകുമ്പോഴും ഈ ഫ്യൂച്ചർ ട്രേഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ ഫാമേഴ്സൊക്കെ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യും എന്ന് നമുക്ക് പറയാം. അതായത് ഇങ്ങനെ ഈ കാണുന്ന പോലെ ഒന്നുമല്ല, ഫാമേഴ്സൊക്കെ അവരുടെ വിളവെടുപ്പിൻ്റെ സമയത്തൊക്കെ പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന ഡേറ്റ് പറഞ്ഞ പൈസയ്ക്കൊക്കെ സാധനങ്ങൾ കൊടുക്കും. അപ്പോൾ അങ്ങനെ നിന്ന് ഇങ്ങനെ വന്ന് എത്തിയതാണ് ഈ ഫ്യൂച്ചർ ട്രേഡിംഗ് എന്ന് പറയുന്ന കാര്യം. ഇനി ഞാൻ ഒരു എക്സാമ്പിൾ ത്രൂ എന്താണ് ഫ്യൂച്ചർ ട്രേഡിംഗ് എന്ന് മനസ്സിലാക്കി തരാം. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫാമറിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഒരു ഗോതമ്പ് കൃഷിക്കാരൻ. ഈ ഗോതമ്പ് കൃഷിക്കാരൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് കാലത്ത് ഈ ഫ്യൂച്ചർ ട്രേഡിംഗ് വരാൻ കാരണം, അല്ലെങ്കിൽ ഈ ഒരു കൃഷിയിൽ നിന്നാണ് വന്നത്. അതുകൊണ്ടാണ് ഈ ഒരു എക്സാമ്പിൾ മോസ്റ്റ്ലി നിങ്ങൾ എല്ലായിടത്തും കേൾക്കുന്നത്. അപ്പോൾ ഒരു കൃഷിക്കാരുണ്ട് എന്ന് വിചാരിക്കാം. ഈ കൃഷിക്കാരൻ ഒരു 3 മാസം കഴിഞ്ഞ് വിളവെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വിളവെടുക്കാൻ പോകുന്ന സമയത്ത് ഒരു ബിസിനസ്സുകാരൻ 3 മാസത്തിന് മുമ്പേ, വിളവെടുക്കുന്നതിന് മുമ്പേ 3 മാസത്തിന് മുമ്പേ വന്ന് ഈ ഫാമറിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ക്രോപ്സ് എടുത്തോളാം. അതായത് നിങ്ങൾക്ക് എത്രയുണ്ടോ അത്രത്തോളം ക്രോപ്സ് ഞാൻ എടുത്തോളാം. പക്ഷേ 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ എടുക്കുക. ഓക്കെ, 3 മാസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ ഈ ക്രോപ്സ് എടുക്കുക എന്നാണ് ഈ ബിസിനസ്സുകാരൻ പറയുന്നത്. ഫാമർ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ശരിയാണ്, നല്ലതാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ വിലയൊക്കെ പറഞ്ഞുറപ്പിക്കും. ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിക്കും. ബിസിനസ്സുകാരൻ ഏകദേശം ഒരു 50 രൂപ പെർ kg ആണ് പറഞ്ഞത്. ഒരു അപ്രോക്സിമേറ്റ് പ്രൈസാണ് ഞാനിവിടെ പറയുന്നത്. ഒരു 50 രൂപ ഒരു കിലോയ്ക്ക് വെച്ച് തരാം എന്നാണ് ബിസിനസ്സുകാരൻ ഫാമറിനോട് പറഞ്ഞത്. അപ്പോൾ ഫാമർ ഇങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞു, എന്നാൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഒരു അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഈ ഒരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യുകയാണ് ചെയ്തത്. അതായത് 3 മാസത്തിന് ശേഷം ഇത് വാങ്ങിക്കൊള്ളാം എന്നാണ് പറഞ്ഞത്. ഇനി 3 മാസം കഴിഞ്ഞു എന്ന് വിചാരിക്കാം. 3 മാസം കഴിയുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കാം? ഒന്നെങ്കിൽ ഈ 50 രൂപയാണ് പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന പ്രൈസ്, ഒന്നെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ഇങ്ങനെ 50 രൂപ എന്ന രീതിയിൽ നിൽക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് കൂടിയിട്ട് ഏകദേശം 60 രൂപ പെർ kg ആയി എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ഇടിഞ്ഞിട്ട് 45 രൂപ പെർ kg ആയി എന്ന് വിചാരിക്കാം. ഫാമർ എന്തുകൊണ്ട് ഇത് നേരത്തെ എഗ്രി ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇനി എങ്ങാനും പ്രൈസ് കുറയുവാണെങ്കിലും ഇദ്ദേഹത്തിന് 50 രൂപ തന്നെ കിട്ടും. അപ്പോൾ ഈ ഫ്യൂച്ചർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന ഈ പ്രൈസിന് മാത്രമേ സാധനം കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് പ്രൈസ് എത്ര കുറഞ്ഞാലും കൂടിയാലും ആർക്ക് എന്ത് കിട്ടും? ഈ ഫാമറിനെ സംബന്ധിച്ചിടത്തോളം ഈ 50 രൂപ തന്നെ കിട്ടും. പ്രൈസ് കൂടിയാലും കൂടുതൽ പൈസ കിട്ടുമോ? ഇല്ല. പ്രൈസ് കുറഞ്ഞാലും കുറവ് പൈസ ആയിരിക്കുമോ കിട്ടുക? ഇല്ല. പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന ഈ വില തന്നെ കിട്ടും. ഇതാണ് ഈ ബേസിക്കലി ഫ്യൂച്ചർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന സമയത്ത്, പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത്, പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന പ്രൈസിന് നമ്മുടെ ട്രാൻസാക്ഷൻ നടക്കും. ഇത് എന്നാ സംഭവിക്കുക? ഫ്യൂച്ചറിലേക്ക് വേണ്ടി നമ്മൾ ഇന്നേ ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇതാണ് ബേസിക്കലി പറഞ്ഞ ഫ്യൂച്ചർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂച്ചർ ട്രേഡിംഗ് നമ്മുടെ മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമ്മൾ മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് ഇതെല്ലാം നടക്കുന്നത് കോൺട്രാക്റ്റുകളിലാണ്. ഇതുപോലെ ഈ ബിസിനസ് ഇതുപോലൊന്നുമല്ല, കോൺട്രാക്ട്സ് എന്ന് പറയും, ഫൈനാൻഷ്യൽ കോൺട്രാക്റ്റുകളിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, ഫൈനാൻഷ്യൽ കോൺട്രാക്റ്റിലും കാര്യങ്ങൾ. ഇനി നമ്മൾ സാധാരണ സ്റ്റോക്കിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഫ്യൂച്ചർ ട്രേഡിങ്ങിൽ വരുന്ന ഒരു വ്യത്യാസം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഒരു മീനിങ് നോക്കുകയാണെങ്കിൽ, ഇക്വിറ്റി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഷെയർസ്, കമ്പനിയുടെ ഷെയർസ് ഡയറക്റ്റ്ലി ബൈയും സെല്ലും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇക്വിറ്റി ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്താണ് ഫ്യൂച്ചർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന പ്രൈസിന് ഫ്യൂച്ചറിന് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്യൂച്ചർ ട്രേഡിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത് ഇതിൻ്റെ ഓണർഷിപ്പാണ്. ഇക്വിറ്റിയുടെ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്?
ഇതിൻ്റെ ഓണർഷിപ്പ് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ ഏതെങ്കിലും ലെൻസ് കാർഡിൻ്റെ 100 ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ കമ്പനിയുടെ പാർട്ട് ഓണേഴ്സാണ്. പക്ഷേ നമ്മൾ ഫ്യൂച്ചേഴ്സിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ അസെറ്റ്സ് ആയിട്ടൊന്നും ഹോൾഡ് ചെയ്യുന്നില്ല. നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, കോൺട്രാക്റ്റ് ആണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന കാര്യം. ഇനി ഇതിൻ്റെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്വിറ്റിയിൽ വരുന്ന സമയത്ത് നമുക്കൊരു ഷെയർ വാങ്ങണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഫുൾ എമൗണ്ട് പേ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഷെയർസ് വാങ്ങുന്നത് അല്ലേ? കോമൺ ആയിട്ട് അതല്ലേ സംഭവിക്കാറ്. പക്ഷേ ഫ്യൂച്ചേഴ്സിലോട്ട് വരുന്ന സമയത്തോ നമ്മൾ ഫുള്ളൊന്നും പേ ചെയ്യുന്നില്ല, മാർജിനാണ് നമ്മൾ പേ ചെയ്യുന്നത്. ഇത് എന്താണ് നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന സമയത്ത് ഉള്ള കാര്യമാണ് കേട്ടോ. മാർജിനാണ് നമ്മൾ പേ ചെയ്യുന്നത്, അതിൻ്റെ ഫുൾ എമൗണ്ട് ഒന്നും നമ്മൾ പേ ചെയ്യുന്നില്ല. ഇനി ഇതിൻ്റെ എക്സ്പയറിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്വിറ്റിക്ക് എക്സ്പയറി ഒന്നുമില്ല, നോ എക്സ്പയറി. കാരണം എന്താ, നമ്മളൊരു ഷെയർ വാങ്ങുവാണെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും അത് ഹോൾഡ് ചെയ്യാം. നമുക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ ഉള്ള രീതിയിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ ഫ്യൂച്ചേഴ്സിൻ്റെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് ഫിക്സ്ഡ് ആയിട്ടുള്ള എക്സ്പയറി ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ 3 മാസത്തെ കാലാവധി പറയുകയാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ ആ പരിപാടി തീർന്നു, അല്ലെങ്കിൽ 1 മാസമാണ് നമ്മുടെ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത്, ആ 1 മാസം കൊണ്ട് അത് തീർന്നിട്ടുണ്ട്. മന്ത്ലി കോൺട്രാക്ട്സ് ആണ് ഇതിൽ വരുന്നത്. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലിവറേജ് എന്ന് പറയുന്ന കാര്യം നോക്കുകയാണെങ്കിൽ ഇക്വിറ്റിയിൽ നമ്മൾ എന്താണ് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ മാത്രം കുറച്ച് ലിവറേജ് ഉണ്ട്. അല്ലാത്ത പക്ഷം നോ ലിവറേജ്. നമുക്കിവിടെ എക്സ്ട്രാ ആയിട്ട് പൈസയൊന്നും കിട്ടുന്നില്ല ട്രേഡ് ചെയ്യാനായിട്ട്, ചെറിയ പൈസയ്ക്ക് ട്രേഡ് ചെയ്യാനും പറ്റില്ല. ഫ്യൂച്ചേഴ്സിലോട്ട് വരുന്ന സമയത്ത് ഹൈ ലിവറേജ് ഉണ്ട്. അതായത് 8 ലക്ഷത്തിൻ്റെ സാധനം ചിലപ്പോൾ നമുക്ക് 1 ലക്ഷത്തിന് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കോൺട്രാക്റ്റുകൾ. അപ്പോൾ അതാണ് ഹൈലി ലിവറേജ് ആണ് എന്ത് ഫ്യൂച്ചർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രോഫിറ്റ് വരുന്ന സമയത്തും ലോസ് വരുന്ന സമയത്തും അതുപോലെ തന്നെ വരും കേട്ടോ. രണ്ടും നമ്മൾ ആ രീതിയിൽ തന്നെ കാണണം. ഇനി അടുത്തതെന്ന് പറയുന്നതാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇക്വിറ്റിയിലോട്ട് വരുന്ന സമയത്ത് ഷോർട്ട് സെല്ലിംഗ് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ വീഡിയോ ചെയ്തതിൽ പറയുന്നുണ്ട് കേട്ടോ കൃത്യമായിട്ട്. ഷോർട്ട് സെല്ലിംഗ് എന്താണ്, ലിമിറ്റഡും റെഗുലേറ്റഡുമാണ് ഇക്വിറ്റിയിൽ. അത് ഇൻട്രാഡേയിൽ മാത്രമേ പറ്റുള്ളൂ, ഇൻട്രാഡേ ട്രേഡിങ്ങിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ ഫ്യൂച്ചേഴ്സിലോട്ട് വരുന്ന സമയത്ത് എന്താണ്, ഈസിയാണ്, നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിലുള്ളൊരു ഫീച്ചർ തന്നെയാണ് ഷോർട്ട് സെല്ലിംഗ് ചെയ്യാം എന്ന് പറയുന്നത്. അതായത് നമുക്ക് സെല്ല് ചെയ്യാം, സ്റ്റോക്ക് താഴെ പോകുന്ന ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് സെല്ല് ചെയ്ത് ഇടാനുള്ള ഫീച്ചർ എന്തിലുണ്ട്, ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന കാര്യത്തിൽ ഉണ്ട്. ഇനി ഇതിൻ്റെ പേർപ്പസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇക്വിറ്റി കൂടുതൽ എന്താണ് ലോങ് ടേം, നമ്മൾ ഇൻവെസ്റ്റിംഗ് ട്രേഡിങ്ങിനൊക്കെ ആയിട്ട് ലോങ് ടേമിലേക്കോ അല്ലെങ്കിൽ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇക്വിറ്റി യൂസ് ചെയ്യുന്നത്. അതേസമയം ഫ്യൂച്ചേഴ്സ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹെഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഹെഡ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ റിസ്കിനെ മാനേജ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഇനി അല്ലെങ്കിൽ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് ഉറപ്പാണ് ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചേഴ്സ് എടുത്തിടാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഷോർട്ട് ടേം ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനും സാധിക്കും. ഇനി ഇവിടെ ഞാനൊരു സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സെറോദ എടുത്തിട്ട് ഞാൻ ഈ ഏറ്റവും ലാസ്റ്റ് ഇതൊക്കെ എന്താണ് ലാപ്ടോപ്പിൽ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഇത് ത്രൂ പഠിക്കാം. ഞാനിവിടെ റിലയൻസിൻ്റെ ഫ്യൂച്ചറിൻ്റെ ഒരു എന്താണ് സെർച്ച് ചെയ്യുകയാണ്. നേരെ നമ്മൾ സെറോദയോ നിങ്ങൾക്ക് ഏതാണോ ആപ്പ് ഉള്ളത്, ബ്രോക്കറിൻ്റെ ആപ്ലിക്കേഷൻ ഉള്ളത്, അതെടുത്തിട്ട് നേരെ ഇപ്പോൾ റിലയൻസ് ആണ്, റിലയൻസ് ഞാൻ ഇപ്പോൾ റിലയൻസിൻ്റെ FUT എന്നാണ് സെർച്ച് ചെയ്തത്. അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾക്കിവിടെ 3 കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതായത് റിലയൻസ് ജാൻ ഫ്യൂച്ചർ, അതേപോലെ റിലയൻസ് ഫെബ്രുവരി ഫ്യൂച്ചർ, റിലയൻസ് മാർച്ച് ഫ്യൂച്ചർ. എന്താണ് ഈ ജാൻ ഫെബ് മാർച്ച് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ജാൻ എന്ന് പറയുന്നത് ഈ മാസത്തെ എക്സ്പയറിയാണ്. റിലയൻസിൻ്റെ ഈ മാസത്തെ എക്സ്പയറിയാണ് ജാൻ എന്ന് പറയുന്നത്. ഫെബ്രുവരി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എക്സ്പയറി എന്ന്, അതായത് ഈ കോൺട്രാക്റ്റ് ഈ ഡേ കഴിഞ്ഞാൽ വാലിഡ് അല്ല, ഈ ഡേ വരെയാണ് ഇതിന് വാലിഡിറ്റി. അപ്പോൾ ഈ ഡേ കഴിഞ്ഞാൽ ഇതിന് വാലിഡ് അല്ല. ലാസ്റ്റ് തേഴ്സ്ഡേ ഓഫ് എവറി മന്ത് ആണ് പൊതുവേ എന്താണ് ഫ്യൂച്ചർ എക്സ്പയറി വരുന്നത്, ലാസ്റ്റ് തേഴ്സ്ഡേ ഓഫ് എവറി മന്ത്. ഇനി റിലയൻസിൻ്റെ കാര്യം നമ്മൾ ഇനി നോക്കുകയാണെങ്കിൽ മാർച്ച് ഉണ്ട്. മാർച്ച് എന്ന് പറഞ്ഞാൽ മാർച്ചിൻ്റെ ലാസ്റ്റ് തേഴ്സ്ഡേ കഴിഞ്ഞാൽ പിന്നെ ഇത് വാലിഡ് അല്ല. ആ കോൺട്രാക്റ്റ് അന്നേ ദിവസം വരെ വാലിഡ് ആണ്, അത് കഴിഞ്ഞാൽ ഇത് വാലിഡ് അല്ല. അപ്പോൾ അതാണ് ഈ എക്സ്പയറീസ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതിനെ നിയർ ഫ്യൂച്ചർ എന്ന് പറയും, ഇതിനെ നെക്സ്റ്റ് എന്ന് പറയും. ഓക്കെ, ഏറ്റവും ലാസ്റ്റത്തെ ഫാർ എന്നും പറയും. മാക്സിമം നമുക്ക് ഇതുപോലെ 3 മാസത്തേക്ക് വരെയാണ് എടുത്തിടാനായിട്ട് സാധിക്കുക. അതിൽ കൂടുതലൊന്നും പറ്റില്ല. മാക്സിമം 3 months വരെയാണ് നമുക്ക് ഈ ഫ്യൂച്ചർ ട്രേഡിംഗ് സാധിക്കുക. ഇനി ഫ്യൂച്ചറിൽ എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും എന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പേജിൽ നമ്മൾ ഇതിൽ ടാപ്പ് ചെയ്യുകയാണ്. ഈ റിലയൻസിലെ ജാനുവരി ഫ്യൂച്ചർ എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ
നമുക്ക് അവിടെ ബൈ അല്ലെങ്കിൽ സെൽ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ കാണാൻ പറ്റും. ഫോണിലാണെങ്കിൽ ബൈ സെൽ എന്ന് കാണാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ലാപ്ടോപ്പിലാണെങ്കിൽ ഇവിടെ സൈഡിലായിട്ട് നമുക്ക് ബൈ സെൽ ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിൽ നമ്മളിപ്പോൾ ബൈ ആണ് ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇതുപോലൊരു പേജാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ റിലയൻസിന്റെ ജാനുവരി ഫ്യൂച്ചർ എന്ന് അവിടെ എടുത്ത് ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. താഴെ ഇതിന്റെ പ്രൈസ്, ഇതിന്റെ ഷെയർ പ്രൈസ് എത്രയാണോ അതിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ ഇതിന്റെ ഷെയർ പ്രൈസ് ഇവിടെ 1600.20 രൂപയാണ്, 20 ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇതിൽ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഇവിടെ ഓവർനൈറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു ദിവസത്തിൽ കൂടുതൽ എനിക്കിത് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് ഈ ദിവസമാണ് എക്സ്പയറി, ജാനുവരിയുടെ എൻഡിലാണ് ഇതിൻ്റെ എക്സ്പയറി. അതുവരെ എനിക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യുക, അത് ബൈ ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റിയുടെ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും 500 എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളിപ്പോൾ റിലയൻസ് സെർച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെയാണ് കാണാൻ സാധിക്കുക. 500 എന്നായിരിക്കും കാണാൻ സാധിക്കുക. 1, 2, 3 ആയിട്ട് നമുക്ക് ഇത് എടുക്കാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. ഈ ഫ്യൂച്ചേഴ്സ് ഒക്കെ വരുന്നത് ലോട്ട് സൈസുകളിലാണ്. ലോട്ട് സൈസ് എന്ന് പറഞ്ഞാൽ മിനിമം ഇത്രയും എങ്കിലും നമ്മൾ ബൈ ചെയ്തിരിക്കണം. റിലയൻസിന്റെ കേസിൽ ഇത് 500. ഇപ്പം നമ്മൾ വേറെ ഏതെങ്കിലും ഷെയർ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ 100 ആയിരിക്കും, വേറെ ഷെയർ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 65 ആയിരിക്കും, ചിലതിന് 25 ആയിരിക്കും. അപ്പം ലോട്ട് സൈസ് ഓരോന്നിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് മിനിമം എടുക്കുകയാണെങ്കിൽ 500. ഇനി എടുക്കണമെങ്കിലോ 500ന്റെ മൾട്ടിപ്പിൾസ് എടുക്കാൻ പറ്റും. അതായത് 1000, 1500, 2000 എന്ന രീതിയിൽ മാത്രമേ നമുക്ക് ഇത് എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഇവിടെ നമ്മൾ ജസ്റ്റ് മാർക്കറ്റൊക്കെ കൊടുത്ത് ബൈ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അത് ബൈ ആയി. ഓക്കെ, ആ ഒരു ട്രേഡിൽ നമ്മൾ പ്ലേസ് ആയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നേരെ നമുക്ക് ഇനി സെല്ല് ചെയ്യണമെങ്കിലോ ഇതൊക്കെ ചാർട്ടിൽ കാണിച്ചു തരാവേ. സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെല്ല് ക്ലിക്ക് ചെയ്യുക. സെല്ല് ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരത്തെ എടുത്ത പോലെ ഇപ്പോൾ റെഗുലറോ ക്യുക്കോ എന്ത് വേണമെങ്കിലും എടുക്കാം. നമ്മൾ എടുക്കുന്നു, ഓവർനൈറ്റ് എടുക്കുന്നു. ഓവർനൈറ്റോ അല്ലെങ്കിൽ നമുക്ക് ഇൻട്രാഡേ ആണെങ്കിൽ ഇൻട്രാഡേയും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഓവർനൈറ്റ് നമ്മൾ എടുക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും മിനിമം ക്വാണ്ടിറ്റി 500 ആണ്. ഇനി എടുക്കണമെങ്കിലും മൾട്ടിപ്പിൾസ് ആണ് എടുക്കാൻ സാധിക്കുക. സെല്ല് ചെയ്യണമെങ്കിൽ സെല്ല് ചെയ്യാം. നമുക്ക് മാർക്കറ്റ് ഫോളോ ചെയ്യും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്കിവിടെ സെല്ല് ചെയ്യാം. സെല്ല് ചെയ്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനായിട്ടും സാധിക്കുന്നതാണ്. ബേസിക്കലി പറഞ്ഞാൽ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അതായത് മാർക്കറ്റ് ഫോളോ ചെയ്യും എന്ന് ഉറപ്പുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഫ്യൂച്ചേഴ്സ് ഹോൾഡ് ചെയ്ത് വെച്ച് നമുക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഷോർട്ട് സെല്ലിംഗ് ഒക്കെ ഓവർനൈറ്റ് പറ്റുന്ന ഈ ഫ്യൂച്ചർ ട്രേഡിങ്ങിൽ മാത്രമാണ്. പിന്നെ നമുക്ക് ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇത് വേണം, ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസിലോട്ട് വരണം. ഫ്യൂച്ചർ ട്രേഡിങ്ങിലോട്ട് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈലി ലിവറേജ്ഡ് ആണ് ഈ കാര്യം. അതായത് ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റുന്നില്ല, ഇവിടെ നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 1,41,000 രൂപയാണ് ഇവിടുത്തെ പ്രൈസ് വരുന്നത്. അതായത് 500 ക്വാണ്ടിറ്റി എടുക്കണമെങ്കിൽ എനിക്ക് ഏകദേശം 1,50,000 രൂപയിലും താഴെ മാത്രം മതി. പക്ഷേ ഇത് നമുക്ക് അല്ലാതെ ബൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏകദേശം എനിക്കൊന്ന് 8 ലക്ഷം രൂപയുടെ അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹൈലി ലിവറേജ്ഡ് ആയിട്ട് ചെറിയ ക്യാപിറ്റൽ തന്നെ നമുക്ക് ഇത് എടുക്കാനായിട്ട് സാധിക്കും. അത് ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് ഈ ഒരു ചെറിയ ക്യാപിറ്റൽ എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിചാരിക്കുകയാണ് മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് പോകുന്നു പറഞ്ഞിട്ട് നമ്മളൊരു ഫ്യൂച്ചേഴ്സ് ട്രേഡ് എടുക്കുകയാണ്. അങ്ങനെ ഒരു ഫ്യൂച്ചേഴ്സ് ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മളുടെ വിഷന് ഓപ്പോസിറ്റ് ആയിട്ട് മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ നമ്മൾ അങ്ങനെ മുകളിലോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ആ ട്രേഡ് എടുത്തത്, അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മേളിലോട്ട് പോകാതെ താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ലോസ് വരും. എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ 500 ഒരു ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ തവണ മാർക്കറ്റ് 1 രൂപ വെച്ച് താഴെ വരുമ്പോൾ 500 വെച്ചിട്ടാണ് ലോസ്. ഇനി ഓരോ തവണ മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ 500 രൂപ വെച്ചിട്ടായിരിക്കും പ്രോഫിറ്റ് വരിക. ഇപ്പോൾ ഏകദേശം മനസ്സിലായോ? അതായത് മാർക്കറ്റ് ഫോൾ ആയാലും നമുക്ക് അതായത് നമ്മുടെ വ്യൂവിന് ഓപ്പോസിറ്റ് പോയാൽ നല്ല രീതിയിൽ ലോസ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പഠനത്തിന് ശേഷം മാത്രം ഈ കാര്യത്തിൽ ട്രേഡ് ചെയ്യുക. ഇനി അടുത്തത് പറയാൻ പോകുന്നതാണ് ഓപ്ഷൻ ട്രേഡിംഗ്. ഇതായിരിക്കും നിങ്ങളെല്ലാവരും ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തന്നെ കാരണം. ഓപ്ഷൻസ് ആയിരിക്കും, കാരണം ചെറിയ ക്യാപിറ്റലിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ റിസ്ക്കും നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ഓപ്ഷൻ ട്രേഡിംഗ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഈ ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കാം. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു A to Z ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതിലേതെങ്കിലും കോൺസെപ്റ്റ് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാവുന്നതാണ്. ഈ ചാനൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇനി നമുക്ക് ഓപ്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാം.
ഓപ്ഷൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും ഈ ബോർഡിലോട്ട് നോക്കി ഇതൊന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും മനസ്സിലായെന്ന് നമുക്കൊന്ന് അറിയാം. ഓപ്ഷൻസ് ആർ ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ് that give buyers the right but not obligation to buy or sell an underlying asset at an agreed upon price and date. The term option refers to financial instrument that is based on underlying securities such as stocks. An option contract offers buyer the opportunity to buy and sell depending upon type of contract they hold the underlying asset. എന്തെങ്കിലും മനസ്സിലായോ? നല്ല കൺഫ്യൂഷൻ ഇല്ലേ? ഒട്ടും പേടിക്കണ്ട, ഇത് വളരെ ലഘുവായിട്ട് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ആ എക്സാമ്പിൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഇത് വന്ന് ഒന്നുകൂടെ വായിച്ചു നോക്കാം. അപ്പം നിങ്ങൾക്ക് ഓപ്ഷൻസ് എന്താണെന്ന് നല്ല രീതിയിലൊരു ഐഡിയ കിട്ടും. ഓപ്ഷൻസ് എന്ന് പറയുന്ന ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഡെറിവേറ്റീവിൻ്റെ ഒരു പാർട്ടാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചപ്പോൾ ഒരു സാധനത്തിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത് വരുന്നതാണ് ഈ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓപ്ഷൻസോ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സോ ആസെറ്റ്സ് അല്ല വാല്യുബിൾ, അതിൻ്റെ അണ്ടർലൈങ് അസെറ്റ് ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ വാല്യൂസ് എല്ലാം തന്നെ വരുന്നത്. ആദ്യം തന്നെ ഞാനൊരു പേജ് എടുക്കാം. ഞാനൊരു വളരെ സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അനു എന്ന് പറയുന്ന ഒരാളുണ്ട്, മനു എന്ന് പറയുന്ന ഒരാളുണ്ട്. അനു ഉണ്ട്, മനു ഉണ്ട്. ഇവർ രണ്ടുപേരും നല്ല കൂട്ടുകാരാണ്. അപ്പോൾ ഇവർ പണ്ട് മുതലേ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ഈ അനു എന്ന് പറയുന്ന ആൾക്ക് ഒരു പ്ലോട്ട് ഓഫ് ലാൻഡ് സെല്ല് ചെയ്യാനുണ്ട്. ഏകദേശം ആ സ്ഥലത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു സ്ഥലം വിൽക്കാനുണ്ട്. അപ്പോൾ മനു അത്യാവശ്യം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പേഴ്സണാണ്, കുറച്ച് രാഷ്ട്രീയമൊക്കെ ഉണ്ട്. നമ്മളെ നാട്ടിലെ ഒരു പ്രമുഖനാണ് ഈ മനു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയത്തില്ലേ, മനു അറിയാതെ ഒരു കാര്യം നാട്ടിൽ നടക്കില്ല എന്ന് പറയുന്ന അങ്ങനത്തെ രീതിയിലുള്ള ഒരാളാണ് മനു. അപ്പോൾ ഇങ്ങനെ അപ്പോൾ മനുവിനോട് പറയാണ്, എടാ എൻ്റെ ഒരു പ്ലോട്ട് ഇങ്ങനെ സെല്ല് ചെയ്യാനുണ്ട്, 50 ലക്ഷമാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്. നിൻ്റെ കയ്യിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നീ ഒന്ന് പറ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കച്ചവടം ആക്കാം, നിനക്ക് എന്തെങ്കിലും കമ്മീഷൻ വേണമെങ്കിൽ തരാമെന്നൊക്കെ അനു ഇങ്ങനെ പറയാണ്. അനുവിന് ഇതെങ്ങനെയെങ്കിലും ചുമ്മാ കച്ചവടം ആക്കിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അനു ഇതൊക്കെ പറഞ്ഞ് മനുവിനോട് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് നാൾ അങ്ങനെ കടന്നുപോയി. അങ്ങനെ കടന്നുപോയപ്പോഴത്തേക്കും മനു ഇങ്ങനെ പാർട്ടീസിനെ തപ്പുന്നുണ്ട്, കമ്മീഷൻ കിട്ടുന്നതല്ലേ, അപ്പോൾ പാർട്ടീസിനെയൊക്കെ തപ്പുന്നുണ്ട്, നല്ല ഏതെങ്കിലും ആൾക്കാരുണ്ടോ ഇത് വാങ്ങാമെന്ന്. കുറച്ച് നാളിന് ശേഷം മനു ഇങ്ങനെ ഒരു കാര്യം അറിയാം, ഈ അനുവിൻ്റെ ഈ പ്ലോട്ടില്ലേ, ഈ പ്ലോട്ടിൻ്റെ അടുത്ത് ഒരു എയർപോർട്ട് വരാൻ പോവുക, അല്ലെങ്കിൽ വികസനത്തിൻ്റെ എന്തെങ്കിലും ഒരു സംഭവം വരാൻ പോവുക. നമുക്ക് തൽക്കാലം ഒരു എയർപോർട്ട് എന്ന് തന്നെ വിചാരിക്കാം. ഓക്കെ, മനുവിൻ്റെ ഈ സ്ഥലത്തിൻ്റെ അടുത്ത് എന്താ വരാൻ പോകുന്നത്? ഒരു എയർപോർട്ടാണ് വരാൻ പോകുന്നത്. അപ്പം മനു ഇത് അറിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ സ്ഥിരമായിട്ട് കൃത്യമായിട്ട് അറിയുന്ന കാര്യം ആരായിരിക്കും അറിയുക? മനു ആണ് അറിയുക. പക്ഷേ ഇതിനൊരു ക്ലാരിറ്റി ഇല്ല. അതായത് ഇത് ആദ്യത്തെ ഒരു ഗോസിപ്പ് ന്യൂസ് എന്ന രീതിയിൽ വരുന്നതാണ്. അപ്പോൾ ഇതിലൊരു ക്ലാരിറ്റി ഇല്ല. അപ്പം ഈ സ്ഥലം മനു ഇപ്പോൾ വാങ്ങാം എന്നപ്പോൾ വിചാരിക്കുകയാണ്. ഇത് വാങ്ങുവാണെങ്കിൽ ഭാവിയിൽ നല്ല രീതിയിൽ വിലയ്ക്ക് വിൽക്കാൻ പറ്റും എന്നുള്ള കാര്യം മനുവിന് നല്ല ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇത് വാങ്ങിയിട്ട എയർപോർട്ടൊക്കെ വരിക എന്ന് പറഞ്ഞാൽ സ്ഥലം സർക്കാർ ഏറ്റെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ പൈസ കിട്ടും. അപ്പോൾ അനു ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയാണ്, അനുവിൻ്റെ ഇനി സ്ഥലം നൈസായിട്ട് വാങ്ങാം. പക്ഷെ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ന്യൂസ് ഫിക്സ്ഡ് അല്ല. അപ്പോഴത്തേക്കും നമുക്ക് നഷ്ടം വരുവാണെങ്കിൽ, ഇപ്പോൾ 50 ലക്ഷം രൂപ കൊടുത്ത് ഈ പ്ലോട്ട് വാങ്ങുവാണെങ്കിൽ മനുവിന് ഇതുകൊണ്ട് യാതൊരു ആവശ്യവുമില്ല. ഇത് ചുമ്മാ വാങ്ങിച്ചിട്ടാൽ മനുവിന് വെറുതെ നഷ്ടമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇതിനി എപ്പോൾ പ്രൈസ് കൂടുമെന്ന് നോക്കിയിരിക്കാൻ ഒന്നും മനുവിന് പറ്റില്ല. അപ്പോൾ മനു ഒരു കാര്യം ചെയ്യാണ്, അനുവിൻ്റെ അടുത്ത് എന്ന് പറയുവാണ്, അതായത് ഞാനൊരു 5 ലക്ഷം രൂപ നിനക്ക് അഡ്വാൻസ് തരാം. ഓക്കെ, 6 മാസത്തിൻ്റെ ഒരു സമയം നീ എനിക്ക് തരണം. 6 മാസത്തിന് ശേഷം ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് ഈ സ്ഥലം വാങ്ങിക്കൊള്ളാം. 6 മാസത്തിന് ശേഷം ഞാൻ ഇത് വാങ്ങിയിട്ടില്ലെങ്കിൽ ഈ അഡ്വാൻസ് നിനക്കെടുക്കാം. ഓക്കെ, ഈ പറയുന്ന അഡ്വാൻസ് നിനക്കെടുക്കാം, ഞാനത് തിരിച്ചു ചോദിക്കത്തില്ല. 6 മാസത്തിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഞാൻ ഈ ട്രാൻസാക്ഷൻ പൂർത്തിയാക്കാം. അതായത് ഈ 50 ലക്ഷം രൂപ തന്ന് നിൻ്റെ ഈ സ്ഥലം വാങ്ങിക്കാം. എന്തിനാണ് ഈ 6 മാസം സമയം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ആ സമയത്ത് ആ ഒരു 6 മാസം ടൈം പീരീഡിനുള്ളിൽ തന്നെ ഏകദേശം ഈ എയർപോർട്ടിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ ഒരു തീരുമാനമാവും, ബില്ലും കാര്യമെല്ലാം പാസ്സാവും. അപ്പോൾ ഇതിന് വില ഇനി കൂട്ടാൻ പാടില്ല. അതായത് ഇതാണ് എഗ്രി ചെയ്തിരിക്കുന്ന പ്രൈസ്, അതായത് 50 ലക്ഷമാണ് പറഞ്ഞിരിക്കുന്ന പ്രൈസ്. ഇപ്പോൾ ഇതിന് വില കൂടിയാലും കുറഞ്ഞാലും മനു എന്ത് ചെയ്യണം? ഈ 50 ലക്ഷത്തിന് തന്നെ സാധനം വാങ്ങണം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അനു വിചാരിക്കുകയാണ്, നഷ്ടമില്ല, എന്തായാലും ആൾക്കാരൊന്നും കിട്ടിയില്ല, എന്തായാലും ഇത് കൂട്ടുകാരൻ തന്നെയാണ്, 5 ലക്ഷം ഇവന് അഡ്വാൻസ് ചെയ്യില്ല, ഇനി ഇവൻ വാങ്ങിയില്ലെങ്കിൽ പോലും എനിക്ക് നഷ്ടമൊന്നുമില്ല,
എന്ത് ചെയ്യാം, എനിക്ക് ഈ 5 ലക്ഷം രൂപ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് അനുകരിക്കാം. ഇനി 6 മാസം കഴിഞ്ഞു എന്ന് വിചാരിക്കാം. 6 മാസത്തിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം? ഇവിടെ ഈ 50 ലക്ഷം വാല്യൂ ഉണ്ടായിരുന്ന പ്രോപ്പർട്ടിക്ക് ഏകദേശം 1 CR ആയി, ഇരട്ടി വിലയായി. മനു എന്ത് ചെയ്യും? നേരെ കൊണ്ട് 50 ലക്ഷം വാങ്ങിച്ചിട്ട് അനുവിന്റെ ഈ സ്ഥലം വാങ്ങിക്കും. അപ്പൊ മനുവിന് എന്താ കിട്ടുന്നത്? മനുവിന് നല്ല രീതിയിൽ പൈസ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ മനുവിനാണ് ഇവിടെ പ്രൈസ് കിട്ടുന്നത്. ഈ എക്സാമ്പിൾ ഓർത്ത് വെക്കുക. ലാസ്റ്റിലോട്ട് എനിക്കിത് ഒന്ന് കണക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിൾ മറന്നു പോരുത് കേട്ടോ. ഇനി അടുത്തത് രണ്ടാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് പ്രൈസിനൊന്നും സംഭവിച്ചില്ല, സ്ഥലത്തിനൊന്നും സംഭവിച്ചില്ല, 50 ലക്ഷത്തിൽ തന്നെ നിന്നു. മനു ആ സ്ഥലം വാങ്ങിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മനുവിന് അത്രയും പൈസ ഇല്ല. മനു ഇനി ലോൺ എടുത്ത് ഈ സ്ഥലം വന്ന് വാങ്ങിക്കുമോ തോന്നുന്നുണ്ടോ? ചിലപ്പോൾ 5 ലക്ഷം പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മനു ഇരിക്കും. കാരണം ഇനി ഇത് സെല്ല് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തുള്ള കാര്യത്തിലൊക്കെ മനുവിന് ഡൗട്ട് ഉണ്ടാവും. അപ്പം മനു എന്ത് ചെയ്യും? ആ 5 ലക്ഷം പോട്ടെ, കൂട്ടുകാരിയല്ലേ എന്ന് വിചാരിച്ചാൽ പോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ ആർക്കാണ് കിട്ടുക? അനുവിനാണ് കിട്ടുക. അനുവിന് 5 ലക്ഷവും കിട്ടിയ ആ സ്ഥലവും ഇപ്പോഴും അനുവിൻ്റെ പേര് തന്നെയുണ്ട്. ഇനി അടുത്തൊരു സിനാരിയോ ആണ്, സ്ഥലത്തിന് ഏകദേശം 45 ലക്ഷം രൂപ. അവിടെ എന്തോ ചെറുതായിട്ട് പ്രകൃതിപരമായിട്ട് എന്തോ ഒരു കാര്യമൊക്കെ സംഭവിച്ചു. അതായത് എന്തെങ്കിലും വെള്ളപ്പൊക്കം അങ്ങനെ എന്തോ സംഭവിച്ചു, അതിൻ്റെ വാല്യൂ ഇടിഞ്ഞു ഈ 6 മാസത്തിൽ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മനു ഇനി ഈ സ്ഥലം പോയിട്ട് വീണ്ടും 50 ലക്ഷം രൂപ ബാക്കി കൊടുത്തിട്ട് വാങ്ങിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പം അവിടെ 5 ലക്ഷം രൂപ ആർക്ക് കിട്ടി? അനുവിന് കിട്ടി. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എന്താണ്? അനുവിനാണ് പ്രൈസ് കിട്ടിയത്. ഇവിടെ ആകെ കൂടിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മനുവിന് എപ്പോൾ വേണമെങ്കിലും ഈ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാം. എനിക്ക് വേണ്ട, ഇതിന് വേണ്ട എന്ന് പറഞ്ഞ് മനുവിന് പിന്മാറാം. പക്ഷേ അനുവിന് ഇവിടെ പിന്മാറാൻ പറ്റത്തില്ല. സ്ഥലത്തിന് വില കൂടിയാലും കുറഞ്ഞാലും ഒന്നും അനുവിന് ഇതിൽ നിന്ന് പിന്മാറാനായിട്ട് സാധിക്കത്തില്ല. കഥ ഏകദേശം മനസ്സിലായില്ലേ? നമുക്കിനി ഇതിനെ ഓപ്ഷൻസുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം, വളരെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഓപ്ഷൻസ് ആർ ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്. നമുക്ക് മനസ്സിലായി അതൊരു ഡെറിവേറ്റീവ് ആണ്, ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ് ആണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ദാറ്റ് ഗീവ്സ് ബയ്യർ ദ റൈറ്റ്. എന്താണ് ഇവിടെ ബയ്യറിൻ്റെ റൈറ്റ്? ബയ്യറിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് ടു ബൈ ഓർ നോട്ട് ടു ബൈ. അതായത് ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടണോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ളതാണ് ഇവിടുത്തെ ടു ബൈ ഓർ നോട്ട് ടു ബൈ എന്ന് ഉദ്ദേശിക്കുന്നത്. ബട്ട് നോട്ട് ആൻ ഒബ്ലിഗേഷൻ. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾക്ക് ആ കടമയില്ല. നിങ്ങൾക്ക് എന്തായാലും ഈ സ്ഥലത്തിന് 45 ലക്ഷം രൂപയായി, നിങ്ങൾ ഇത് എന്തായാലും വാങ്ങിയിട്ടേ പോകാവുള്ളൂ എന്നുള്ള കാര്യമില്ല. അയാൾക്ക് ആ കടമയൊന്നും ഇല്ല. അപ്പോൾ അയാളുടെ ഇഷ്ടമാണ്. ഇവിടെ ബയ്യറിനാണ് റൈറ്റ് ഉള്ളത് ടു ബൈ ഓർ നോട്ട് ടു ബൈ. ഇതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഓപ്ഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഇവിടെ ബയ്യറിന് എന്തുണ്ട്? ഒരു ഓപ്ഷൻ ഉണ്ട്, ടു ബൈ ഓർ നോട്ട് ടു ബൈ. അതായത് ടു എക്സസൈസ് ദ ഓപ്ഷൻ എന്ന് നമ്മൾ പറയും. അപ്പോൾ ടു ബൈ ഓർ നോട്ട് ടു ബൈ അങ്ങനെ മനസ്സിലാക്കാം. ടു ബൈ ഓർ സെൽ ആൻഡ് അണ്ടർലൈങ് അസെറ്റ് അറ്റ് എഗ്രീഡ് പ്രൈസ് ആൻഡ് ഡേറ്റ്. അതായത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ 6 മാസത്തെയാണ് ഈ എഗ്രീഡ് ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ എഗ്രീഡ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 50 ലക്ഷം രൂപ. അപ്പോൾ ഈ ഒരു അണ്ടർലൈങ് അസെറ്റ് ഇന്ന സമയത്തിനുള്ളിൽ വാങ്ങാം എന്നുള്ള ആ ഒരു എഗ്രിമെൻ്റ് ആണ് എന്ത് ഈ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതെന്താണ്? ഇതിൻ്റെ വാല്യൂ ഓഫ് അണ്ടർലൈങ്, നമ്മൾ ഇതിൻ്റെ വാല്യൂ വരുന്നത് ഇപ്പോൾ സ്റ്റോക്സിൻ്റെ കാര്യമാണ്, അത് നമുക്ക് മുന്നോട്ട് പറയാം. ഇനി ഇവിടെ നമുക്ക് സെല്ലറിന് ഒരു കാര്യമുണ്ട്. സെല്ലറിന് ഇവിടെ ഒബ്ലിഗേഷൻ ഉണ്ട്. അതായത് ബയ്യർ വന്ന് ചോദിച്ചാൽ ഇതിന് എത്ര വില കൂടിയാലും അത് കൊടുത്തേ പറ്റുള്ളൂ. അതായത് സ്ഥലത്തിന് 1 കോടി ആയപ്പോഴും ബയ്യർ ചോദിച്ചാൽ കൊടുക്കണ്ടേ? അതുപോലെ തന്നെ ആ ഒരു കാര്യം ആർക്കുണ്ട്? സെല്ലറിനുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാം. നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് ഓപ്ഷൻ. എന്താണ് ഇവിടെ നടക്കുന്നത്? ഒരു കോൺട്രാക്ട് ബേസ്ഡ് ആണ് നടക്കുന്നത്. പിന്നെ ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ ഇത്രയും കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ബേസിക് എന്ന രീതിയിൽ പറഞ്ഞതാണ്. ഇവിടെ ആർക്കാണ് റൈറ്റ് ഉള്ളത്? ബയ്യറിനാണ് ഇവിടെ റൈറ്റ് ഉള്ളത്. പക്ഷേ ട്രേഡിങ്ങിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ കോൺട്രാക്ട്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കാനൊക്കെ പറ്റും. അപ്പോൾ അത്രയും പ്രശ്നമൊന്നും ഈ പറയുന്ന അത്രയും കാര്യങ്ങളൊന്നും ട്രേഡിങ്ങിലില്ല, കുറച്ചുകൂടെ സിമ്പിളാണ്. ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. ഓപ്ഷൻസിൽ വരുന്ന കുറച്ച് ടെർമിനോളജീസ് പഠിക്കാം. അതായത് നിങ്ങൾ ചിലപ്പോൾ ഇക്വിറ്റി മാർക്കറ്റിൽ കേൾക്കാത്ത കുറച്ച് ടേംസ് ആയിരിക്കും ഈ കാര്യങ്ങളെന്ന് പറയുന്നത്. ആദ്യത്തെ തന്നെ ഇൻഡെക്സ് ഓപ്ഷൻസ് ആണ്. ഇൻഡെക്സ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻഡെക്സ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഓപ്ഷൻ ട്രേഡ് നമ്മൾ ഇൻഡെക്സ് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി, സെൻസെക്സ് ഇതുപോലുള്ള ഇൻഡെക്സുകളിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ് ബേസിക്കലി ഇൻഡെക്സ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഈ കോൺട്രാക്റ്റ് നമുക്കിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സസൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ഇൻഡെക്സ് ഓപ്ഷൻ. ഇനി സെയിം സാധനം സ്റ്റോക്ക് ഓപ്ഷൻ. ഈ ഓപ്ഷൻസ് എല്ലാ സ്റ്റോക്കിലൊന്നും ഓപ്ഷൻ ട്രേഡിംഗ് ഇല്ല. അപ്പോൾ സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ? സ്റ്റോക്സിൽ നമുക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതിനാണ്. ഇപ്പം നമുക്ക് റിലയൻസിൻ്റെ നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതുപോലെ തന്നെ ഇപ്പോൾ റിലയൻസിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്.
അപ്പോൾ അതിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് ഓപ്ഷൻ ബയ്യർ ആണ്. ഒരു ഓപ്ഷൻ ബയ്യർ എന്ന് പറഞ്ഞാൽ വൺ ഹു ബൈസ് ആൻ ഓപ്ഷൻ. ഈ ഓപ്ഷൻസിനെ വാങ്ങുന്ന ആളാണ് ഓപ്ഷൻ ബയ്യർ എന്ന് പറയുന്നത്. ഈ ഓപ്ഷൻ ബയ്യർ എന്ന് പറയുമ്പോൾ ആരെ ഓർക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ മനുവിനെ ഓർക്കുക. മനു സ്ഥലം വാങ്ങാൻ വന്നില്ലേ, അത് ആലോചിക്കുക. ഇനി എന്താ, സെല്ലർ, വൺ ഹു സെൽസ് ആൻ ഓപ്ഷൻ. അനുവിനെ ഓർക്കുക, അനുവിൻ്റെ സ്ഥലമല്ലേ വിറ്റത്, അപ്പോൾ വൺ ഹു സെൽസ് ദ ഓപ്ഷൻ എന്നുള്ള രീതി മനസ്സിലാക്കുക. ഇനി ഓപ്ഷൻ പ്രീമിയം എന്ന് പറയുന്നത്, ഓപ്ഷൻ പ്രീമിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തുക കൊടുത്തിട്ടായിരിക്കും ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ബയ്യറും സെല്ലറും ഈ ഒരു തുക കൊടുക്കുന്നുണ്ട്. നമ്മൾ സെല്ലറിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഈ തുക ഇങ്ങനെ നമ്മൾ പറയുന്നത് മാർജിൻ എന്നാണ്, പക്ഷേ നമ്മൾ ശരിക്കും ഇത് കൊടുക്കുന്നുണ്ട്. ഈ ബേസിക്കലി പ്രീമിയം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു തുകയാണ്. ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടെന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെ ആ വലിയ തുകയുടെ ഒരു ചെറിയ ഭാഗം നമ്മൾ പ്രീമിയമായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ പ്രീമിയത്തിൽ വരുന്ന ഡിഫറൻസ് ആണ് നമ്മുടെ പ്രോഫിറ്റും ലോസും എന്ന് പറയുന്നത്. അതായത് 50 രൂപയുടെ പ്രീമിയം എന്ന് വിചാരിക്കുക, അത് കൂടുകയും അതേപോലെ തന്നെ കുറയുകയും ചെയ്യാം. അങ്ങനെ കുറയുകയും കൂടുകയും ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ലാഭം അല്ലെങ്കിൽ നഷ്ടം എന്ന് പറയുന്നത്. അത് മുന്നോട്ട് പോകുന്ന അനുസരിച്ച് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ തൽക്കാലം ഇതൊക്കെ ഒന്ന് കേട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഒരു കോൺട്രാക്റ്റിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓപ്ഷൻ പ്രീമിയം എന്ന് പറയുന്നത്. ബയ്യറും സെല്ലറും എന്ന രീതിയിൽ ഇപ്പോൾ നോക്കണ്ട, കൺഫ്യൂസ്ഡ് ആണ്. തൽക്കാലം നമ്മൾ ഒരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാൻ കൊടുക്കുന്ന തുക എന്ന് മാത്രം മനസ്സിലാക്കുക. ഏറ്റവും ഒരു എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഒരു നിഫ്റ്റി ഇൻഡെക്സ് ഓപ്ഷൻസ് ആണെന്ന് വിചാരിക്കാം. നിഫ്റ്റിയുടെ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ എൻ്റർ ചെയ്യാൻ പോവാം. നിഫ്റ്റിക്ക് ഏകദേശം 26,000 പ്ലസ് ആണ് നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ചിലപ്പോൾ എൻ്റർ ചെയ്യാൻ കൊടുക്കുന്ന ഒരു തുക എന്ന് പറയുന്നത്, അതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് ചിലപ്പോൾ എത്രയായിരിക്കും, 25 രൂപയായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു പ്രീമിയം നൽകിയിട്ടായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഇതിൻ്റെ എക്സ്പയറി എന്ന് പറയുന്ന കാര്യമാണ്. എക്സ്പയറി എന്ന് പറയുന്നത് എവറി കോൺട്രാക്ട് കംസ് വിത്ത് എ ഡിഫൈൻഡ് എക്സ്പയറി. അതായത് ഈ ഓപ്ഷൻസിലോട്ട് കേസിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് വീക്ക്ലി എക്സ്പയറീസ് ഉണ്ട്. സ്റ്റോക്ക് ഓപ്ഷൻസ് മന്ത്ലി ആണ്, അല്ലാതെ ഇൻഡെക്സ് ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ എല്ലാ ആഴ്ചയിലും നമുക്ക് എക്സ്പയറീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ എക്സ്പയറി കഴിഞ്ഞാൽ പിന്നെ ആ കോൺട്രാക്റ്റ് വാലിഡ് അല്ല, അതിന് ഒരു വിലയില്ല, അത് വാലിഡ് അല്ലാത്ത കോൺട്രാക്റ്റാണ്. അപ്പോൾ ഈ എക്സ്പയറി എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പയറി എന്ന് പറഞ്ഞാൽ അത് ഡെഫിനറ്റ് ആയിട്ടുള്ള എക്സ്പയറി ഡേറ്റ്സുകളുണ്ട്, അത് കഴിഞ്ഞാൽ അത് കോൺട്രാക്റ്റ് വാലിഡ് അല്ല. അപ്പോൾ ഈ ഫ്യൂച്ചേഴ്സ് പോലെ 1, 2, 3 മാസത്തേക്കൊന്നുമല്ല, വർഷങ്ങളിലേക്ക് വരെ കോൺട്രാക്ട്സ് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ വേണമെങ്കിൽ നിഫ്റ്റിയുടെ അടുത്ത കൊല്ലത്തേക്കുള്ള എക്സ്പയറിയുടെ ഇതുവരെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തതാണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. ഈ ഓപ്ഷൻസിലൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റാൻഡമായിട്ട് ഉള്ള പ്രൈസ് പോയിന്റുകളിലൊന്നും എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ 26,333 ഈ ഒരു പ്രൈസിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ കറക്റ്റ് ഈ 26,333 എന്ന് പറയുന്ന പ്രൈസിൽ എനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഓപ്ഷൻസിൽ എൻ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ സാധിക്കുന്ന എന്താണ്, ഈ സ്ട്രൈക്ക് പ്രൈസുകളിൽ എൻ്റർ ചെയ്യാനാണ് സാധിക്കുക. ഇപ്പം ഞാൻ പറയുന്നത് മുഴുവൻ നിഫ്റ്റിയുടെ കാര്യമാണ്. ഇപ്പം നമ്മുടെ നിഫ്റ്റി 50-ലെ നിഫ്റ്റിയുടെ കാര്യമാണ് പറയുന്നത്. ഓരോന്നിനും ഓരോ രീതിയിലാണ്. സ്റ്റോക്ക് ഓപ്ഷൻസിലോട്ട് വരുമ്പോൾ വേറെ രീതിയിൽ, ഇപ്പോൾ ഈ നിഫ്റ്റി മാച്ച് ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോയാൽ തന്നെ വേറെ കാര്യമാണ്. പോട്ടെ, മിഡ് ക്യാപ്പിലോട്ട് പോയാലും ഇതല്ല കഥ. അപ്പോൾ മനസ്സിലാക്കുക, ഞാൻ നിഫ്റ്റിയുടെ കേസ് പറയുന്ന സമയത്ത് ഇപ്പോൾ 26,333 മാർക്കറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ പ്രൈസിൽ എനിക്ക് വാങ്ങാൻ പറ്റില്ല. എനിക്ക് വാങ്ങാൻ പറ്റുന്ന പ്രൈസുകളെയാണ് നമ്മൾ സ്ട്രൈക്ക് പ്രൈസുകൾ എന്ന് പറയുന്നത്. എനിക്ക് ഏത് സ്ട്രൈക്ക് പ്രൈസ് വേണമെങ്കിലും വാങ്ങാം. സ്ട്രൈക്ക് പ്രൈസുകൾ നിഫ്റ്റിയുടെ കേസിൽ വരുന്നത് 50-50-50യുടെ ഡിഫറൻസിലാണ്. ബേസിക്കലി പറയുകയാണെങ്കിൽ 26,300 വരുന്നുണ്ട്, 26,250 വരുന്നുണ്ട്, 26,350 വരുന്നുണ്ട്, 400 വരുന്നുണ്ട്, 450 വരുന്നുണ്ട്. അതായത് മുകളിലോട്ട് താഴോട്ട് ഇഷ്ടം പോലെ സ്ട്രൈക്കുകളുണ്ട്. മുകളിലോട്ട് ഒരുപാട് പ്രൈസുകളുണ്ട്, താഴോട്ട് ഒരുപാട് സ്ട്രൈക്കുകളുണ്ട്. ഇതിൽ മൊത്തം 50-50-50 ഡിനോമിനേഷനാണ് വരുന്നത്. നമുക്കിതിൽ ഏത് സ്ട്രൈക്ക് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് അതിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും, അത് ഞാൻ പുറകെ പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏത് വേണമെന്ന് തോന്നുന്നു ആ സ്ട്രൈക്കുകൾ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതാണ് ലോട്ട് എന്ന് പറയുന്നത്. ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫ്യൂച്ചേഴ്സിന് പറഞ്ഞില്ലേ,
ഒരു ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ഉണ്ടാവും. ആ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പം നമ്മൾ 65ഒക്കെയാണ് നിഫ്റ്റിയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇതിങ്ങനെ മാറും ചിലപ്പോൾ ലോട്ട് സൈസ് ഒക്കെ. കുറച്ച് മുമ്പ് വരെ 75 നിഫ്റ്റിയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതിന് മുമ്പ് 50 ആയിരുന്നു, അതിന് മുമ്പ് 100 ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് മാറി വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ലോട്ട് സൈസ് എന്ന് പറയുന്നത് എന്താ, മിനിമം ഒരു ലോട്ട് എന്നുള്ളതാണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പ്രീമിയം എന്ന് പറയുന്ന കാര്യം. ഇപ്പോൾ 25 പ്രീമിയം എന്നുണ്ടെങ്കിൽ 25 × 50 ഇത്രയും കൊടുത്താലാണ് നമുക്ക് ഒരു ലോട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുക. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ എന്താണ്, അപ്പോൾ ഓപ്ഷൻസ് നമ്മൾ ക്വാണ്ടിറ്റിയിലല്ല ലോട്ട്സിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. സ്ട്രൈക്ക് പ്രൈസ് മനസ്സിലായില്ലേ? സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഓരോരോ ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻട്രവൽസ് ഉണ്ട്. ആ ഇൻട്രവൽസിലുള്ള പ്രൈസുകളിൽ മാത്രമേ നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതല്ലാതെ കറക്റ്റ് ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ വന്ന് ട്രേഡ് എടുക്കാൻ പറ്റുമോ? ഇല്ല. സ്ട്രൈക്ക് പ്രൈസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം, കാരണം ഇത് കുറച്ച് പേർക്ക് കൺഫ്യൂസ്ഡ് ആകാൻ ചാൻസ് ഉണ്ട്. മാർക്കറ്റ് നിൽക്കുന്നത് 26,330 എന്ന് വിചാരിക്കാം. ഇനി നമുക്ക് താഴോട്ട് നോക്കുകയാണെങ്കിൽ 26,300, 26,250, 200, 150. ഇനി അങ്ങോട്ട് താഴോട്ട് കുറേ പ്രൈസുകൾ ഉണ്ടാവും. ഇനി മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ 26,350, 400, 450, 500. പിന്നെ അങ്ങോട്ട് മുകളിലോട്ടും പ്രൈസുകളാണ്. ഈ പ്രൈസുകളിലാണ് ഈ കാണുന്ന, ഞാൻ ഈ എഴുതി വെച്ചേക്കുന്ന ഈ പ്രൈസുകളുണ്ടോ, ഇതിലൊക്കെ മാത്രമേ നമുക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ മുകളിലോട്ട് പ്രൈസുകളുണ്ട്, ഇതിൻ്റെ താഴോട്ടും പ്രൈസുകളുണ്ട്. ഇങ്ങനെ പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന ഇൻ്റർവൽസിലുള്ള പ്രൈസുകളിൽ ഏത് വേണമെങ്കിലും നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കും. ഇത് ഓപ്ഷൻസ് മാത്രം കണ്ടുവരുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത്, എന്തിനാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഏത് സ്ട്രൈക്ക് ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് വരുന്ന ഇതായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വരുന്ന സ്ലൈഡുകൾ പറയുന്ന സമയത്ത് പറഞ്ഞുതരാം. ഇപ്പം ജസ്റ്റ് മനസ്സിലാക്കുക, ഈ സ്ട്രൈക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രേഡുകളും കാര്യങ്ങളും എടുക്കുന്നത്. ഇപ്പം ഏതാണോ പ്രൈസ്, ഈ പ്രൈസിൽ എടുക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കുറേ ടേംസ് എല്ലാം മനസ്സിലായില്ലേ? അപ്പം ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പറയുവാണെങ്കിൽ എന്താണ് ഇൻഡെക്സ് ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യുന്നത്, സ്റ്റോക്ക് ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ സ്റ്റോക്കിൽ ഈ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നതിന്. ഓപ്ഷൻ ബയർ എന്ന് പറഞ്ഞാൽ എന്താ, വൺ ഹു ബൈസ് ആൻ ഓപ്ഷൻ. ഓപ്ഷൻ സെല്ലർ എന്ന് പറഞ്ഞാലോ വൺ ഹു സെൽസ് ആൻ ഓപ്ഷൻ. ഓപ്ഷൻ പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എൻ്റർ ചെയ്യുന്ന പ്രൈസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രീമിയം എന്ന് വിളിക്കുന്നത്. ഇനി അതേസമയം എക്സ്പയറി എന്താണെന്ന് നോക്കിയാൽ എന്താണ് ഇതിൻ്റെ എൻഡ് പീരീഡ്, അതായത് കോൺട്രാക്റ്റ് ആണ്. നമ്മൾ ഓരോ കോൺട്രാക്റ്റിലോട്ടാണ് എൻ്റർ ചെയ്യുന്നത്. ഒരാഴ്ചയുടെ കോൺട്രാക്റ്റ് ഉണ്ട്, 2 ആഴ്ചയുടെ കോൺട്രാക്റ്റുകളുണ്ട്, നമുക്ക് ഇനി 5 മാസം കഴിഞ്ഞിട്ടുള്ള കോൺട്രാക്റ്റ് ആണോ അതുകൊണ്ട്, ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ള കോൺട്രാക്റ്റ് ആണോ അതുകൊണ്ട്. ഇപ്പോൾ കോൺട്രാക്ട് ബേസിലാണ്. ഇത് ഞാൻ നിങ്ങളെ എന്താണ് സെറോദയിൽ കാണിച്ചു തരാം. ഇനി അത് കഴിഞ്ഞ് സ്ട്രൈക്ക് പ്രൈസ്, അത് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? അടുത്തതാണ് ലോട്ട് എന്ന് പറയുന്നത്. ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, മിനിമം നമ്മൾ വാങ്ങുവാണെങ്കിൽ ലോട്ടിലേ വാങ്ങാൻ പറ്റൂ, ലോട്ടിന് മൾട്ടിപ്പിൾസിലേ വാങ്ങാൻ പറ്റുള്ളൂ. അതിൽ കുറച്ച് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കത്തില്ല. ഇനിയുള്ള ലാസ്റ്റ് വേണമായിരുന്നു സ്പോട്ട് പ്രൈസ്. അത് ഞാൻ പറഞ്ഞില്ല. സ്പോട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കറണ്ട് പ്രൈസ്. ചിലപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ സ്പോട്ട് പ്രൈസ് എന്നൊക്കെ പറയാം, ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പോൾ നിൽക്കുന്ന പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 26,303 എന്ന് പറഞ്ഞില്ലേ, അതാണ് കറണ്ട് പ്രൈസ്. ഇപ്പോൾ നിൽക്കുന്ന, ഇപ്പോൾ മാർക്കറ്റ് ചെയ്ത പ്രൈസിലാണോ നിൽക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്പോട്ട് പ്രൈസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് 2 തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്താണ്, കോൾസും പുട്ട്സും. കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്, പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളിത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, CE PE എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണ് ഈ സിയും എന്താണ് പി? ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 തരത്തിലുണ്ട്. അതായത് അമേരിക്കൻ ഓപ്ഷൻസ് എന്ന് പറയുന്നത്, യൂറോപ്യൻ ഓപ്ഷൻസ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഫോളോ ചെയ്യുന്ന യൂറോപ്യൻ ഓപ്ഷൻസ് ആണ്. അതാണ് ഇത് കോൾ യൂറോപ്യൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. എക്സസൈസിങ് ഓഫ് ആൻ ഓപ്ഷൻ എന്ന് പറയും. ഒന്ന് പറയുവാണെങ്കിൽ അമേരിക്കൻ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എക്സസൈസ് ചെയ്യാം. പക്ഷേ അതേസമയം ഇന്ത്യൻ അല്ലെങ്കിൽ യൂറോപ്യൻ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്പയറിയിൽ മാത്രമേ എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കൺഫ്യൂസിങ് ആണ് എന്നറിയാം, ബട്ട് സ്റ്റിൽ ജസ്റ്റ് അതിൻ്റെ ഒരു ഡിഫറൻസ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 തരത്തിലുണ്ട്. എന്തുണ്ട്, യൂറോപ്യൻ ഓപ്ഷനും അമേരിക്കൻ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന യൂറോപ്യൻ ഓപ്ഷനാണ്. അപ്പോൾ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും. ശരിക്കും ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ബയ്യറിൻ്റെ പെർസ്പെക്റ്റീവിൽ മാത്രമാണ് പറയുന്നത്. കാരണം അല്ലാത്ത പക്ഷം ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് ഇപ്പോൾ സെല്ലറിനെയും കൂടെ പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൺഫ്യൂഷനാവും. ഇതിപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് എന്താണ് ഈ ഓപ്ഷൻസ്, ഇതിൽ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ എന്താണ് ചേഞ്ച് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുതരാം. ഒരു ബുക്ക് എടുക്കുക, എഴുതി വെക്കുക. ഇത് എഴുതി വെച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ആലോചിക്കുന്നത് എന്താണെന്ന്.
ആദ്യം തന്നെ എന്താണ് കോൾ ഓപ്ഷൻ എന്ന് മനസ്സിലാക്കാം. ഇത് ഞാൻ ഒരു ബയ്യറിന്റെ പെർസ്പെക്റ്റീവിലോട്ടോ പറയുന്നത്. നമുക്ക് ബയ്യറിനെ സെല്ലറിന്റെ പെർസ്പെക്റ്റീവ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലോട്ട് പോകുന്നതിന് മുമ്പ് ബയ്യർ എന്ന രീതിയിൽ പറഞ്ഞുതരാം. കോൾ ഓപ്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സാക്ട്ലി ഞാൻ എടുത്തു പറയാണ്, എക്സാക്ട്ലി ടെക്നിക്കലി പറയുമ്പോൾ ഇങ്ങനെയല്ല, എന്നാലും ഞാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാർക്കറ്റിൽ പ്രീമിയം ഇൻക്രീസ് ചെയ്യും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കോൾ ഓപ്ഷനിൽ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? പ്രീമിയം ഇൻക്രീസ് ചെയ്യും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രീമിയം അല്ല കേട്ടോ, മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പുട്ട് ഓപ്ഷനിൽ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? മാർക്കറ്റ് താഴോട്ട് വരും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കോൾ ഓപ്ഷനിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു, പുട്ട് ഓപ്ഷനിൽ മാർക്കറ്റ് താഴോട്ട് വരും. ഇത് ഓർക്കാൻ എളുപ്പ വഴി പറഞ്ഞുതരാം. കോൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കോൾ എടുക്കത്തില്ലേ, ഫോൺ ഇങ്ങനെ എടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ കോൾ എടുക്കുന്നതിന് നമുക്ക് കോൾ ഓപ്ഷൻ മുകളിലോട്ട് എന്ന് പറയാം. താഴേന്ന് മുകളിലോട്ട് നമ്മൾ ഈ ഫോൺ എടുക്കുന്ന പോലെ ആലോചിക്കാം. പുട്ട് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സാധനം ഡ്രോപ്പ് ചെയ്യുന്ന പോലെ, താഴോട്ട് ഡ്രോപ്പ് ചെയ്യുന്ന പോലെ ആലോചിക്കാം. താഴോട്ട് പുട്ട് ഓപ്ഷൻ എന്ന രീതി. അപ്പോൾ താഴോട്ടാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് മനസ്സിലായില്ലേ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്? ഞാൻ ജസ്റ്റ് ഈസി ആക്കാൻ വേണ്ടി പറയുന്നതാണ്. ഈ കോൾ ഓപ്ഷനിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ പ്രീമിയം ഇൻക്രീസ് ചെയ്യും. അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ടാണ് കോൾ ഓപ്ഷനിൽ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ എന്ന രീതി എടുക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ എടുക്കുന്ന സമയത്ത് കോൾ ഓപ്ഷൻ എടുക്കുമ്പോഴത്തേക്കും മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പ്രീമിയം എന്ത് ചെയ്യും? പ്രീമിയം ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 100 രൂപ ആയിരുന്നു ഒരു പ്രൈസ്, നമ്മൾ സ്ട്രൈക്കിലാണല്ലോ എൻ്റർ ചെയ്യുന്നത്. ഒരു സ്ട്രൈക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ അത് 110, 120, 130 എന്ന രീതിയിലോട്ട് പോകും. പക്ഷേ ഞാൻ കോൾ ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ കോൾ ഓപ്ഷൻ ഓൾറെഡി എടുത്ത് വെച്ചു, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രീമിയത്തിൽ എന്ത് സംഭവിക്കും? ഈ പ്രീമിയം കുറയും. 99, 98 എന്ന രീതിയിൽ പ്രീമിയം കുറയുകയായിരിക്കും ചെയ്യുന്നത്. കൂടുതലല്ല ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത്? കുറയുകയായിരിക്കും ചെയ്യുന്നത്. കോൾ ഓപ്ഷനിൽ പ്രീമിയം കൂടണമെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകണം? മാർക്കറ്റ് മുകളിലോട്ട് പോകണം. കോൾ ഓപ്ഷനിൽ പ്രീമിയം കുറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? മാർക്കറ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് പോയി, താഴോട്ട് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമ്മൾ പുട്ട് ഓപ്ഷൻസിലോട്ട് വരാം. പുട്ട് ഓപ്ഷൻസിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തേ? താഴോട്ട്. അപ്പോൾ എപ്പോഴായിരിക്കും പ്രീമിയം കൂടുക? മാർക്കറ്റ് താഴോട്ട് വരുന്ന സമയത്തായിരിക്കും പ്രീമിയം കൂടുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സ്ട്രൈക്ക്, ഏതെങ്കിലും സ്ട്രൈക്ക് ആയിക്കോട്ടെ, നമ്മൾ സ്ട്രൈക്കിലാണ് എൻ്റർ ചെയ്യുക, അതിങ്ങനെ മനസ്സിൽ ഓർത്തോർത്ത് വെക്കുക. സ്ട്രൈക്കിലാണ് എൻ്റർ ചെയ്യുക. നമ്മൾ ഒരു സ്ട്രൈക്കിൽ എൻ്റർ ചെയ്തു. ഒരു സ്ട്രൈക്കിൽ എൻ്റർ ചെയ്തു. അപ്പോൾ അതിൻ്റെ അണ്ടർലൈങ് അസറ്റ്, ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്ട്രൈക്കിൽ എൻ്റർ ചെയ്തു, ഏത് സ്ട്രൈക്ക് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ വരരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അണ്ടർലൈങ് അസറ്റ് താഴോട്ട് പോയി. നിഫ്റ്റി, നമ്മുടെ നിഫ്റ്റീനെ അണ്ടർലൈങ് അസറ്റ് ആയിട്ട് മനസ്സിലാക്കുക. നിഫ്റ്റി താഴോട്ട് പോയി. അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസിൽ പ്രീമിയത്തിൽ എന്ത് സംഭവിക്കും? പുട്ട് ഓപ്ഷനാണ്. പ്രീമിയത്തിൽ എന്ത് സംഭവിക്കും? യെസ്, താഴോട്ടായിരിക്കും വരുന്നത്. അതായത് ഞാനൊരു പുട്ട് ഓപ്ഷൻ എടുത്തു, മാർക്കറ്റ് നല്ല രീതിയിൽ ഫോൾ ആകുന്ന സമയത്ത് ഇതിൻ്റെ പ്രീമിയം എന്ത് ചെയ്യും? ഇൻക്രീസ് ആയിരിക്കും ചെയ്യുന്നത്. ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 100 രൂപ, ഒരു സ്ട്രൈക്കിൻ്റെ വില 100 രൂപയാണ്. ഇത് 110, 120 എന്ന രീതിയിൽ കൂടണമെന്നുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷനിൽ എങ്ങോട്ട് പോകണം? താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇനി അതേ സമയം ഇത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ പ്രീമിയം കുറയുകയായിരിക്കും ചെയ്യുന്നത്. ഇത് മനസ്സിലായില്ലേ? കോൾ ഓപ്ഷനിൽ എന്താ, പുട്ട് ഓപ്ഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഇതൊക്കെ ഞാൻ കണക്ട് ചെയ്ത് തരാം. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇതിങ്ങനെയാണ് ഇതിൽ സംഭവിക്കുന്നത് എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മണിനെസ് ഓഫ് ആൻ ഓപ്ഷനാണ്. നമുക്ക് ഇങ്ങനെ പറയണ്ട, ATM, OTM, ITM. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്ട്രൈക്ക് പ്രൈസുകളെ നമ്മൾ പല രീതിയിലായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു മുകളിലോട്ട് ഒരുപാട് സ്ട്രൈക്കുകളുണ്ട്, താഴോട്ട് ഒരുപാട് സ്ട്രൈക്കുകളുണ്ട്. എന്താണ് ഈ സ്ട്രൈക്ക് പ്രൈസിൽ വരുന്ന വ്യത്യാസങ്ങൾ? ഇതൊക്കെ നമുക്ക് ഈ ATM, OTM, ITM എന്ന രീതിയിൽ മനസ്സിലാകാം. കൂടാതെ ഗ്രീക്സ് കൂടെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലൊരു ഐഡിയ കിട്ടും. ഇനി നമുക്ക് നേരത്തെ മണിനെസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഏത് റൈറ്റ് സ്ട്രൈക്ക് എങ്ങനെ ചൂസ് ചെയ്യാന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടും. അതേപോലെ റിസ്ക് മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ, അതായത് ഓരോ സ്ട്രൈക്കും, മുകളിൽ ഒരു സ്ട്രൈക്ക് ഉണ്ട്, താഴെയും സ്ട്രൈക്സ് ഉണ്ട്. അതായത് ഇഷ്ടംപോലെ സ്ട്രൈക്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് എൻ്റർ ചെയ്യുന്ന പ്രൈസ് മറന്നിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഓരോ സ്ട്രൈക്കിലും നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഓരോ രീതിയിലാണ് റിസ്ക് വരുന്നത്. അതായത് ഒരു സ്ട്രൈക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് വരുന്ന ലാഭവും നഷ്ടവും ആയിരിക്കത്തില്ല വേറെ സ്ട്രൈക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് വരുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇത് ഭയങ്കര വലിയതായിട്ട് ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ
ചെറിയ രീതിയിൽ വരുന്നുണ്ട്, എന്നാലും അത് ഞാൻ മുന്നോട്ട് പറഞ്ഞുതരാം. അപ്പോൾ മണിനെസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും നമ്മുടെ ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കാര്യത്തിൽ. ഇനി ATM, OTM, ITM ഇങ്ങനെ 3 രീതിയിലാണ് നമ്മളുടെ ഈ ഓരോ സ്ട്രൈക്കുകളെ നമ്മൾ തിരിച്ചിരിക്കുന്നത്. ATM എന്ന് പറഞ്ഞാൽ അറ്റ് ദ മണി, OTM എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ മണി. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഞാൻ ചിലപ്പോൾ ഇനി അടുത്ത പറയുമ്പോൾ ATM, OTM, ITM എന്നേ പറയത്തുള്ളൂ. ITM എന്ന് പറയുമ്പോൾ ഇൻ ദ മണി. ATM നമ്മുടെ മറ്റേ ATM അല്ല കേട്ടോ. ATM എന്താ അറ്റ് ദ മണി, OTM എന്താ ഔട്ട് ഓഫ് ദ മണി, ITM എന്താ ഇൻ ദ മണി. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് ഇനി ഒന്ന് സിമ്പിളായിട്ട് നോക്കാം. നമുക്ക് കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും ഈ ATM, OTM, ITM ഒക്കെ വരുന്നുണ്ട്. രണ്ടിടത്തും 2 രീതിയിലാണ് ഇത് വരുന്നത്. നമുക്കതിനെ ഈസി ആയിട്ട് ഒന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ നമുക്ക് ATM എന്താണ് എന്ന് മനസ്സിലാക്കാം. ATM ആ പേരൊന്ന് ശ്രദ്ധിച്ചേ, അറ്റ് ദ മണി. ഇതെന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 26,310 രൂപയാണ് എന്ന് വിചാരിക്കുക. 26,310 രൂപയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നിൽക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്. ഈ പ്രൈസിൽ എൻ്റർ ചെയ്യാൻ പറ്റുമോ? എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തേ. ഇല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുമ്പോൾ നിഫ്റ്റിയിലാണ് എന്നുണ്ടെങ്കിൽ അത് 50ൻ്റെ ഡിനോമിനേഷനിലായിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഇതിൻ്റെ സ്ട്രൈക്ക് പ്രൈസുകൾ വരുന്നത് എങ്ങനെയായിരിക്കും? 26,300 ഉണ്ടാവും, 26,250, താഴോട്ട് നോക്കുകയാണെങ്കിൽ 250 ഉണ്ടാവും, 26,200 ഉണ്ടാകും, 150 ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ താഴോട്ട് കുറേ പ്രൈസുകൾ ഉണ്ടാകും. ഇതിൻ്റെ മുകളിലോട്ട് എന്തുണ്ടാകും? 26,350, പിന്നെ അങ്ങോട്ട് മുകളിലോട്ട് ഒരുപാട് പ്രൈസുകളും ഉണ്ടാകും. ATM എന്ന് പറയുന്നത് ഏറ്റവും അടുത്തുള്ള സ്ട്രൈക്ക് പ്രൈസിനെയാണ് നമ്മൾ ATM എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ 26,310 എന്ന് പറയുന്ന ഇതിൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന സ്ട്രൈക്ക് പ്രൈസ് ഏതാ? 26,300 എന്ന് പറയുന്ന സ്ട്രൈക്ക് പ്രൈസ് ആണ്. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞ ATM. കോൾസിലായിക്കോട്ടെ പുട്സിലായിക്കോട്ടെ ATM സെയിം തന്നെയാണ്. മോസ്റ്റ് ഓഫ് ദ കേസിലും സെയിം തന്നെയാണ് ATM വരുന്നത്. കോൾസ് ആയിക്കോട്ടെ പുട്സ് ആയിക്കോട്ടെ, കോൾ ഓപ്ഷൻ ആകട്ടെ പുട്ട് ഓപ്ഷൻ ആകട്ടെ, രണ്ടിലും ATM എങ്ങനെയായിരിക്കും? സെയിം ആയിട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഏറ്റവും അടുത്ത് വരുന്ന സ്ട്രൈക്ക് പ്രൈസിനെയാണ് ATM എന്ന് വിളിക്കുന്നത്. ഇനി OTM, ITM ഞാൻ എൻ്റെ രീതിയിൽ ഒന്ന് പറഞ്ഞു തരാം. എക്സാക്ട്ലി ഇങ്ങനെ അല്ല, പക്ഷെ നിങ്ങൾക്കിത് മനസ്സിലാക്കാനായിട്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് ഈ OTMനെ അതേപോലെ തന്നെ ITMനെ പറഞ്ഞുതരാം. ടെക്സ്റ്റ് ബുക്കിൽ പറയുമ്പോൾ ഇങ്ങനെ അല്ലായിരിക്കും പറയുക, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ആദ്യം നമുക്ക് കോൾ ഓപ്ഷൻ്റെ കേസ് എടുക്കാം. കോൾ ഓപ്ഷൻ എല്ലാവരും ഇത് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. കോൾ ഓപ്ഷൻ നമുക്ക് നേരെ ATM ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ATM അറ്റ് ദ മണി ഏകദേശം 26,000, നമ്മൾ നേരത്തെ പറഞ്ഞ 310, ഇതാണല്ലോ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞത്. 26,310 ആണ് നമ്മുടെ ATM എന്ന് പറയുന്നത്. ഇനി എവ്രി വൺ കോൾ ഓപ്ഷനിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങോട്ട് പോയാലാണ് പ്രീമിയം കൂടുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. മാർക്കറ്റ് എങ്ങോട്ട് പോയാലാണ് പ്രീമിയം കൂടുന്നത്? മുകളിലോട്ട് പോയാലാണ് പ്രീമിയം കൂടുന്നത്. മാർക്കറ്റ് താഴോട്ട് വരുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത്? പ്രീമിയം കുറയായിരിക്കും ചെയ്യുന്നത്. കോൾ ഓപ്ഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ എല്ലാവരും ഓർക്കുന്നില്ലേ? ഇനി എക്സാക്ട്ലി ഇങ്ങനെയല്ല, ജസ്റ്റ് ഇത് ടെക്സ്റ്റ് ബുക്ക് കോൺസെപ്റ്റ് അല്ലാത്ത രീതിയൊന്നും മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഈസി ആക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത്. എല്ലാവരും ആലോചിച്ച് വെക്കാം, കോൾ ഓപ്ഷനിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന് മുകളിലോട്ട്, ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് പോകുമെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എടുത്തു പറയുകയാണ് ഇതല്ല ടെക്സ്റ്റ് ബുക്ക് കോൺസെപ്റ്റ്, പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതായത് ഇവിടെ നിന്ന് കയറി വന്ന് മുകളിലോട്ട് പോകും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എന്താ സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കാം. ഇവിടെ നിന്ന് കയറി പോവാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വാല്യൂസ് ഉണ്ട്, പ്രൈസ് ഉണ്ട്, കാരണം ഇവിടെ നിന്നാണല്ലോ കയറി പോകുന്നത്. ഓക്കെ, എല്ലാവരും മനസ്സിലാക്കി, ഇവിടെ നിന്നാണല്ലോ കയറി പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വാല്യൂ ഉള്ളതിനെ നമുക്ക് ഏറ്റവും പൈസ ഉള്ളതിനെയാണ് നമുക്ക് എന്ത് വിളിക്കാം? ഇൻ ദ മണി ITM. കോൾ ഓപ്ഷൻ്റെ കേസിൽ ITM വരുന്നത് എവിടെയാണ്? താഴെയാണ് വരുന്നത്. ഇങ്ങനെ ആലോചിച്ച് ചോദിക്കുക. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ അല്ല ടെക്സ്റ്റ് ബുക്ക് കോൺസെപ്റ്റ്, പക്ഷെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോവാണ്. അപ്പോൾ ITM എവിടെയാണ് വരുന്നത്? താഴെയാണ് വരുന്നത്. ഇവിടെയാണ് പൈസ ഏറ്റവും കൂടുതലുള്ളത്. അതായത് ഈ ATM എന്ന് പറയുന്നതിൻ്റെ താഴെ, ATM 300. ഓക്കെ, ATM എന്ന് പറയുന്നതിൻ്റെ താഴെയാണ് എന്ത്? ഈ പ്രൈസ് എല്ലാം വരുന്നത്. ഏറ്റവും കൂടുതൽ പൈസ ഉള്ളത് ATMലാണ്.
ഇനി ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് ഈ ATM-ലെത്തി. അപ്പോൾ ഇവിടാണ് ഇപ്പോൾ പൈസയുള്ളത്. ഇപ്പോൾ പൈസ നിൽക്കുന്നതാണ് ATM എന്ന് പറയുന്നത്. ഏറ്റവും പൈസയുള്ളത് ഇപ്പോൾ ഏറ്റവും പൈസയുള്ളതെന്ന് പറഞ്ഞാൽ ഈ എന്താണ് ITM പ്രൈസുകളിലാണ്. പിന്നെ കയറി വരുന്നതനുസരിച്ച് പ്രൈസ് ഇങ്ങനെ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഏറ്റവും പൈസയുള്ള ഒരു സ്ഥലമായിട്ട് ITM-നേക്കാണ്. പിന്നെ പൈസയുള്ളതാണ് ATM എന്ന് പറയുന്നത്. ഇനി ഇതിന് മുകളിലോട്ടുള്ള ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? OTM എന്ന് വിളിക്കാം. ഔട്ട് ഓഫ് ദ മണി. അവിടെ പൈസ ഉണ്ടോ? ഇല്ല. അങ്ങോട്ട് വരുന്നതനുസരിച്ചാണ് ഇവിടെ ഇങ്ങനെ പൈസ കൂടി വരുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അങ്ങോട്ട് വരുന്ന സമയത്താണ് പൈസ കൂടി വരുന്നത് എന്ന് ഓർക്കുക. ഇങ്ങനല്ല എക്സാക്ട്ലി, പക്ഷേ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. ATM എന്ന് പറയുന്നതിൽ ഇപ്പോൾ പൈസ എത്തി നിൽക്കുന്നത്. ഇവിടെ ഓൾറെഡി കുറേ പൈസ ഉണ്ടായിരുന്നു. ITM-ൽ ഓൾറെഡി കുറേ പൈസ ഉണ്ടായിരുന്നു. OTM-ലോട്ട് ഇനിയും പൈസ എത്തണം. ഔട്ട് ഓഫ് ദ മണിയാണ്. ഓക്കെ, അവിടെ പൈസ ഇല്ല, ഔട്ട് ഓഫ് ദ മണി. ഇനി ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. മാർക്കറ്റ് ഇവിടെ തന്നെയാണ് എപ്പോഴും നിൽക്കാൻ പോകുന്നത്. ഈ ATM, OTM, ITM ഒക്കെ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആകും. ഇനി നിങ്ങൾ ആലോചിക്കുക, മാർക്കറ്റ് ശരിക്കും മുകളിലോട്ട് പോയി. ഓക്കെ, മാർക്കറ്റ് ശരിക്കും മുകളിലോട്ട് പോയി. ഇപ്പോൾ ഈ 2300 നേരത്തെ ATM എന്ന് പറയുന്നത്. ഈ 2300 എന്നുള്ളത് മാറിയിട്ട് ഇപ്പോൾ മാർക്കറ്റ് OTM എന്ന് പറയുന്നത് 26,350 രൂപയാണ്. ഓക്കെ, നേരത്തെ 300 ആയിരുന്നു ATM എന്ന് പറയുന്നത്. ഇപ്പോൾ 350 ATM എന്ന് പറയുന്നത്. അപ്പോൾ പതിയെ ആ 26,300 എന്ന് പറയുന്നത് എന്തായി? ITM ആയിട്ട് മാറി. ഓക്കെ, അതായത് അത്രയും നേരം ATM ആയിരുന്നു, താഴോട്ട് വന്നപ്പോൾ അത് എന്തായിട്ട് മാറി? അത് ITM ആയിട്ട് മാറി. ഇത് ATM ആയി. ഇനി അതിൻ്റെ മുകളിലോട്ട് എന്താണ്? 400 തൊട്ട് എന്താണ്? ഇത് OTM സ്ട്രൈക്കുകൾ ആണ്. ബേസിക്കലി പറഞ്ഞാൽ സ്ട്രൈക്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ് ഈ ATM, OTM, ITM എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാണ് ATM എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മാർക്കറ്റ് ഇനിയും മുകളിലോട്ട് പോയാൽ ഇത്രയും നേരം ഈ OTM ആയിരുന്ന ഈ 400 എന്തായി മാറും? ATM ആയിട്ട് മാറി. ഇപ്പോൾ കറൻ്റ്ലി ഉള്ള സാധനമാണ് ATM എന്ന് പറയുന്നത്. അതിന് താഴെയുള്ള എല്ലാം ITM, അതിന് മുകളിലുള്ളതെല്ലാം എന്താണ്? OTM ആയിട്ടാണ് വരുന്നത്. ഔട്ട് ഓഫ് ദ മണി, ഇൻ ദ മണി, ഇവിടെ ആണെങ്കിലോ അറ്റ് ദ മണി എന്ന രീതിയിലാണ് വരുന്നത്. ഒരു ഏകദേശ കണക്ഷൻ കിട്ടിയില്ലേ? ഈ ATM, OTM, ITM ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. കോൾ ഓപ്ഷനാണ്. മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 26,310 എന്ന് വിചാരിക്കുക. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന പ്രൈസ്. അങ്ങനെ വരുന്ന സമയത്ത് ATM എന്ന് പറയുന്ന ഏതായിരിക്കും? 26,300 ആയിരിക്കും ATM എന്ന് പറയുന്നത്. അതിന് താഴെ വരുന്ന എല്ലാം എന്തായിരിക്കും? ITM ആയിരിക്കും. അതിന് മുകളിൽ വരുന്നതെല്ലാം എന്തായിരിക്കും? OTM ആയിരിക്കും. ഓക്കെ, ഇതിന് മുകളിലോട്ടുള്ള എല്ലാ സ്ട്രൈക്കുകളും OTM, ഇതിന് താഴോട്ടുള്ള എല്ലാ സ്ട്രൈക്കുകളും എന്തായിരിക്കും? ITM ആയിരിക്കും. ഇപ്പോൾ 250 എന്ന് പറയുന്നത് എന്താ? ITM ആണ്. 26,200 എന്താ? ITM ആണ്. 26,350 എന്താണ്? OTM ആണ്. അങ്ങനെയുള്ള രീതിയിൽ മനസ്സിലാക്കുക. മാർക്കറ്റ് മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഈ ATM, OTM, ITM എല്ലാം ചേഞ്ച് ഉണ്ടാകും. മുന്നോട്ട് ഇതെങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നതാണ് പുട്ട് ഓപ്ഷൻ. പുട്ട് ഓപ്ഷൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. പുട്ട് ഓപ്ഷൻ്റെ കേസിൽ വരുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. നമ്മൾ കോൾസിൽ എന്താണോ പഠിച്ചത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പുട്ട് ഓപ്ഷൻ്റെ കേസിലോട്ട് വരുമ്പോൾ വരുന്നത്. അതായത് പുട്ട് ഓപ്ഷൻ ഓക്കെ, പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 26,310 ആയിരുന്നു. അതിൻ്റെ ATM എന്താണ്? 26,300 ATM വരുന്നത്. ATM-ൽ ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ, ATM അത് തന്നെയാണ്. മോസ്റ്റ് ടൈംസിലും ഇത് സിമിലർ തന്നെയാണ്. 26,300 തന്നെയാണ് ATM വരുന്നത്. പുട്ട് ഓപ്ഷൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങോട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാമ്പിൾ പോലെ ആലോചിച്ച് നോക്കിയാൽ മാർക്കറ്റ് എങ്ങോട്ട് പോകുമെന്ന് നമ്മൾ വിചാരിക്കുന്നത്? മാർക്കറ്റ് താഴേക്ക് പോകും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ താഴോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ പൈസ ഉണ്ടോ? ഇല്ല. മാർക്കറ്റ് വന്നാലേ പൈസ കിട്ടൂ എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സമയത്ത് ഏകദേശം 26,000, ഇതിന് താഴോട്ടുള്ളതെല്ലാം തന്നെ എന്തായിട്ട് മാറും? OTM ആണ്. ഇതിന് താഴോട്ടുള്ള എല്ലാം തന്നെ എന്താണ്? OTM ആണ്. ITM എന്താണ്? ഇതിൻ്റെ മുകളിലോട്ടുള്ളതെല്ലാം തന്നെ ITM ആണ്. നമ്മൾ കോൾ ഓപ്ഷനിൽ പഠിച്ചതിൻ്റെ നേരെ തിരിച്ച്, അതായത് പുട്ട് ഓപ്ഷനിലാണെങ്കിൽ മാർക്കറ്റ് എവിടെ നിന്നാണ്? താഴോട്ട് ഇങ്ങനെ വരികയാണ്, മുകളിൽ നിന്ന് താഴോട്ട് വരികയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്? ഇങ്ങനെ താഴോട്ട് വരുന്ന സമയത്ത് നേരെ ITM-ലാണ് ഏറ്റവും പ്രൈസ് ഉള്ളത്. അവിടെ നിന്ന് നേരെ ATM-ൽ എത്തുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പ്രൈസ് വരുന്ന ATM-ലാണ്. അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും പ്രൈസ് വരുന്നത് എവിടെയാണ്? OTM-ലാണ്. ഏറ്റവും കുറവ് പൈസ അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത സ്ഥലം എന്ന് പറയുന്നത് എന്താണ്?
OTM ആണ്. മാർക്കറ്റ് വരുന്ന അനുസരിച്ചാണ് OTMൽ പൈസ വരിക. മാർക്കറ്റ് വരുന്ന അനുസരിച്ച് എന്ത് സംഭവിക്കും? ഇതെല്ലാം ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കും. ക്ലിയർ ആയോ? ATM OTM എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഞാനിതിൽ ചാർട്ടിൽ മാർക്ക് ചെയ്തപ്പോൾ ചെറുതായിട്ട് അത് ചേഞ്ച് ആയി പോയിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അതുകൊണ്ടാണ് ഞാൻ ചാർട്ട് കാണിക്കാതിരുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നതാണ് പ്രീമിയം എക്സ്പ്ലെയിൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്താണ് ഓപ്ഷൻസ് എന്ന് മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഓപ്ഷൻസിൻ്റെ 2 ടൈപ്പ്, കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും എന്താണെന്ന് മനസ്സിലായില്ലേ? അതേപോലെ തന്നെ എന്താണ് മണിനെസ് എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് നമ്മുടെ ATM OTM ഐറ്റം. കോൾ ഓപ്ഷനിൽ എവിടെയാണ് പ്രീമിയം കൂടുന്നത്? മാർക്കറ്റ് എങ്ങോട്ട് പോയാലോ കോൾ ഓപ്ഷനിൽ പ്രീമിയം കൂടുന്നത്? മുകളിലോട്ട്. മാർക്കറ്റ് എങ്ങോട്ട് പോയാലോ പുട്ട് ഓപ്ഷനിൽ പ്രീമിയം കൂടുന്നത്? താഴോട്ട് വരുന്ന സമയത്ത്. ഇതെല്ലാവർക്കും ക്ലിയർ ആയില്ലേ? വളരെ കൃത്യമായിട്ട് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ട്രേഡ് എടുക്കുന്ന സമയത്ത് ഓപ്ഷൻസിലാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് അതിൻ്റെ പ്രൈസ് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന സ്ട്രൈക്ക് 26,350 ആണ് എന്ന് വിചാരിക്കുക. ആ 26,350യിലാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അല്ല, അല്ലെങ്കിൽ ആ പ്രൈസ് കൊടുത്തിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അല്ല, നമ്മൾ കൊടുക്കുന്ന പ്രൈസാണ് പ്രീമിയം എന്ന് പറയുന്നത്. ആ ഒരു പ്രീമിയം കൊടുത്തിട്ട് മാത്രമാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രീമിയം എങ്ങനെയാണ് വന്നത്, ഈ പ്രീമിയത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്നത് നിങ്ങൾ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി. ഓവറായിട്ട് ടെൻസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇത് അറിഞ്ഞാലേ ട്രേഡ് എടുക്കാൻ പറ്റൂ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അറിഞ്ഞിരുന്നാൽ നമ്മൾക്ക് നല്ലതാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇനി ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്താണ് പ്രീമിയം എക്സ്പ്ലെയിൻ. ഈ പ്രീമിയം എന്ന് പറയുന്നതിൽ 2 വാല്യൂസാണ് കൂടിച്ചേരുന്നതാണ് പ്രീമിയം എന്ന് പറയുന്നത്. ബേസിക് ആയിട്ട് പറഞ്ഞാൽ നമ്മളുടെ ഇൻട്രിൻസിക് വാല്യൂ, എക്സ്ട്രിൻസിക് വാല്യൂ. ഈ എക്സ്ട്രിൻസിക് വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈം വാല്യൂ. ടൈം വാല്യൂ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും വാല്യൂയും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടൈം വാല്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബേസിക് ആയിട്ട് പ്രീമിയം എന്ന് പറയുന്നത് എന്താ? 2 വാല്യൂസ് കൂടി ചേരുന്നതാണ് പ്രീമിയം. ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നതും എക്സ്ട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ പ്രീമിയത്തിന് വാല്യൂ വരുന്നത് ഇങ്ങനെയാണ്. ഇനി എന്താണ് ഈ ഇൻട്രിൻസിക് വാല്യൂ, എന്താണ് എക്സ്ട്രിൻസിക് വാല്യൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ എക്സ്ട്രിൻസിക്കിനെ നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, അത്ര ഈസി ഒന്നുമല്ല. അപ്പോൾ നമുക്ക് ഈ ഇൻട്രിൻസിക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ്ട്രിൻസിക് ഭയങ്കര കോമ്പിനേഷൻ ഓഫ് കാര്യങ്ങൾ വന്നിട്ട് വരുന്ന കാര്യമാണ്. ഞാൻ മുന്നോട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഇൻട്രിൻസിക് വാല്യൂ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് പ്രൈസ് ഓഫ് അണ്ടർലൈങ് അസറ്റും സ്ട്രൈക്ക് പ്രൈസും തമ്മിലുള്ളൊരു ഡിഫറൻസ് നോക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻട്രിൻസിക് വാല്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻട്രിൻസിക് എന്ന് പറയുന്ന കാര്യം നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്പോട്ട് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ്. ഇപ്പോൾ നമ്മൾ കോൾ ഓപ്ഷൻ്റെ കേസിലാണെങ്കിൽ മനസ്സിലാക്കാം, സ്പോട്ട് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ് ആയിരിക്കും ഇതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ. പുട്ട് ഓപ്ഷൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേ കണ്ടോ, പുട്ട് ഓപ്ഷൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രൈക്ക് പ്രൈസ് മൈനസ് സ്പോട്ട് പ്രൈസ്. കൺഫ്യൂസ്ഡ് ആയോ? സിമ്പിളായിട്ട് പറഞ്ഞുതരാം, അധികം ടെൻസ്ഡ് ഒന്നും ആവേണ്ട കാര്യമില്ല. ഓക്കെ, ഞാൻ നേരെ ഒരു പ്ലെയിൻ ചാർട്ട് എടുക്കാം, നമുക്ക് എല്ലാം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം തന്നെ ഇൻട്രിൻസിക് വാല്യൂ. ഇനി മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന പ്രൈസാണ് 26,310 എന്ന് പറയുന്നത് എന്ന് വിചാരിക്കും. ഇനി ഇതിൻ്റെ ഇങ്ങോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് 26,300 ഉണ്ട്. അതേപോലെ തന്നെ ഇനി ഞാൻ ബാക്കി ഒന്ന് ഫില്ല് ചെയ്യട്ടെ. ഓക്കെ, എല്ലാവരും ഈ ബോർഡ് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ഒരു സൈഡ് 2 സ്ട്രൈക്ക് പ്രൈസുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫോർ കോൾസ് ആണ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഫോർ പുട്ട്സ് ആണ്. വളരെ ഈസി ആയിട്ട് എന്താണ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ATM എന്ന് പറയുന്നത്, 2ൻ്റെ ATM എന്ന് പറയുന്നത് ഏതാണ്? 300 ആണ് ATM എന്ന് പറയുന്നത്. ഇനി കോൾ ഓപ്ഷൻ്റെ കേസിൽ താഴോട്ട് വരുന്ന സ്ട്രൈക്കുകളെല്ലാം എന്താണ്? ITM ആണ്. ഇനി മുകളിലോട്ടുള്ള സ്ട്രൈക്കോ OTM ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കുന്നുള്ളൂ. ITM, OTM, ഈ നടുക്കത്തെ ATM ആണ്. ഇനി ഈ പുട്ട് ഓപ്ഷനിലോട്ട് വരുന്ന സമയത്തോ ഈ താഴോട്ടുള്ളതെല്ലാം തന്നെ OTM ആണ്, അതിന് മുകളിലോട്ടുള്ളതെല്ലാം തന്നെ ITM ആണ്. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ, താഴോട്ട് OTM, മുകളിലോട്ട് ITM ആണ്. അപ്പോൾ ഇത് തിരിഞ്ഞാണ് വരുന്നത്. ഇത് എല്ലാവർക്കും മനസ്സിലായല്ലേ നേരത്തെ പറഞ്ഞ സമയത്ത്? ഇനി നമുക്ക് നേരത്തെ ആ പറഞ്ഞ കാര്യം ഒന്ന് നോക്കാം. അതായത് ഇൻട്രിൻസിക് വാല്യൂ കോൾ ഓപ്ഷൻ്റെ ആദ്യം എടുക്കാം. കോൾ ഓപ്ഷൻ എന്താണ്? സ്പോട്ട് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ് ആണ്. സ്പോട്ട് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ്. അപ്പം ഞാനിവിടെ കുറച്ച് സ്ട്രൈക്ക് പ്രൈസുകൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇഷ്ടംപോലെ സ്ട്രൈക്ക് പ്രൈസുകൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാൽക്കുലേറ്റർ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് എടുക്കുക, എന്നിട്ട് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം.
ആദ്യം തന്നെ സ്പോട്ട് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ് ആണ് എന്ത് കോൾ ഓപ്ഷൻ്റെ സൈഡിൽ നമ്മൾ ചെയ്യാൻ നേരം നോക്കുന്നത്. നമ്മുടെ 26,310 ആണ് നമ്മളുടെ സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൽ ഏത് സ്ട്രൈക്ക് വേണമെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഏത് സ്ട്രൈക്ക് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ തൽക്കാലം ഞാൻ ഏത് സ്ട്രൈക്ക് എടുക്കുകയാണ്? 26,150 എന്ന് പറയുന്ന സ്ട്രൈക്ക് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ നേരെ 26,150 എന്ന് ഞാനിങ്ങനെ നോക്കുക. അതായത് സ്പോട്ട് പ്രൈസ് ഇതാ. സ്പോട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ലേ, 26,310 ആണ് സ്പോട്ട് പ്രൈസ്. സ്പോട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ആയിരിക്കുന്ന വില. അപ്പോൾ സ്പോട്ട് പ്രൈസ് മൈനസ് ഏതെങ്കിലും ഒരു സ്ട്രൈക്ക് പ്രൈസ്. ഞാനിപ്പോൾ 26,110 എടുക്കുക. ഈ 26,110 എന്ന് പറയുന്നത് എന്താണ്? ഐറ്റമിൽ വരുന്ന സ്ട്രൈക്ക് പ്രൈസ് ആണ്. ക്ലിയർ ആവുന്നില്ലേ? ഐറ്റമിൽ വരുന്നതാണ്. അപ്പോൾ 26,310 മൈനസ് 26,150 എത്രയാണ് വന്നത്? 160 ആണ് വന്നത്. 160 ആണ് വന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്? ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് സ്പോട്ട് മൈനസ് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് വരുന്നതാണ്. അപ്പോൾ പോസിറ്റീവ് 160 ആണ് വന്നത്. ഇനി ഞാൻ നേരെ ഇതിന് മുകളിലോട്ട് OTMൽ ഏതെങ്കിലും സ്ട്രൈക്ക് എടുക്കുകയാണ് എന്ന് വിചാരിക്കുക. 26,310 സ്പോട്ട് പ്രൈസ്, ഇതാണ് സ്പോട്ട് പ്രൈസ്. സ്പോട്ട് പ്രൈസ് മൈനസ് ഞാനിപ്പോൾ 450 എടുക്കുകയാണ്. അപ്പോൾ -450 നമ്മൾ ചെയ്യുന്ന മൈനസ് 26,450 നമ്മൾ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് -450 ആണ് നമുക്ക് കിട്ടുന്നത്. ഈ -450 ഒരിക്കലും പ്രീമിയത്തിൽ വരില്ല. പ്രീമിയം കനോട്ട് ബി പ്രീമിയം കനോട്ട് ബി നെഗറ്റീവ്. അപ്പോൾ ഈ 140 നെഗറ്റീവ് എന്ന് പറയുന്നതിനെ നമ്മൾ എന്തായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്? 0 ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ OTMലുള്ള ഏത് സ്ട്രൈക്ക് എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമ്മാ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, OTMലുള്ള എല്ലാ സ്ട്രൈക്കിലും ഇൻട്രൻസിക് വാല്യൂ എന്താണ്? 0 ആണ്. ഓക്കെ, കൃത്യമായിട്ട് പറഞ്ഞാൽ OTMലെ എല്ലാ സ്ട്രൈക്കിൻ്റെ ഇൻട്രൻസിക് വാല്യൂ 0 ആണ്. അതിന് ഇൻട്രൻസിക് വാല്യൂ ഇല്ല. OTMന് ഇൻട്രൻസിക് വാല്യൂവേ ഇല്ല. ആകെ കൂടി അതിനുള്ളത് നമ്മൾ പറഞ്ഞില്ലേ, പ്രീമിയം 2 വാല്യൂസാണ് വരുന്നത്. ഇൻട്രൻസിക് പ്ലസ് ടൈം വാല്യൂ ആണ് വരുന്നത്. അതിനാകെയുള്ളത് എന്താണ്? ടൈം വാല്യൂ മാത്രമാണ് ഉള്ളത്. ഇനി ഇതിൻ്റെ താഴോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഐറ്റമിനെല്ലാം തന്നെ ഇൻട്രൻസിക് വാല്യൂ ഉണ്ട്. ഇനി ഈ സെയിം സാധനം നിങ്ങളൊന്ന് പുട്ട് ഓപ്ഷനിൽ ചെയ്ത് നോക്കാം. പുട്ട് ഓപ്ഷനിലും ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും OTMനെല്ലാം തന്നെ നെഗറ്റീവ് വരുന്നത്. നെഗറ്റീവ് ഒരിക്കലും പ്രീമിയത്തിൽ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൺസിഡറിങ് ദാറ്റ് ആസ് 0. ഓക്കെ, OTMലെല്ലാം തന്നെ 0 ആണ് വരുന്നത്. ഐറ്റമിലോട്ട് പോകുന്നതനുസരിച്ച് അതിന് ഇൻട്രൻസിക് വാല്യൂ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇൻട്രൻസിക് വാല്യൂ എന്താണ് എന്ന്? നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഇൻട്രൻസിക് വാല്യൂ സ്പോട്ട് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ്. ഇനി പുട്സിൽ വരുവാണെങ്കിൽ സ്ട്രൈക്ക് മൈനസ് സ്പോട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുന്നത് ചുമ്മാ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവർക്കും ചുമ്മാ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു വാല്യൂ വരുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2 കാര്യങ്ങൾ വെച്ചിട്ടാണ്. ആ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻട്രൻസിക് നമ്മൾ പറഞ്ഞു, ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനിയുള്ളതാണ് എക്സ്ട്രൻസിക്. OTM സ്ട്രൈക്കുകൾക്ക്, കോൾസ് ആയിക്കോട്ടെ പുട്സ് ആയിക്കോട്ടെ, OTM സ്ട്രൈക്കുകൾക്ക് എന്ത് മാത്രമേ ഉള്ളൂ? എക്സ്ട്രൻസിക് വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ എക്സ്ട്രൻസിക് വാല്യൂ. ഈ എക്സ്ട്രൻസിക് വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈം വാല്യൂ എന്ന് പറയുന്നത്. സമയമാണ് ഇവിടുത്തെ കാര്യം. അതായത് ഇന്ന് മുതൽ എക്സ്പയറിയിലോട്ട് എത്ര സമയമുണ്ടോ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മേജറായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഓപ്ഷൻസിൽ തന്നെ ഈ പ്രീമിയത്തെ എഫക്റ്റ് ചെയ്യുന്ന ഈ ഗ്രീക്സ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ലെറ്റേഴ്സിലാണ് ഇത് വരുന്നത്. ഈ ഡെൽറ്റ, ഗാമ, തീറ്റ, വെഗ എന്നൊക്കെയാണ് ഇതിൻ്റെ ഗ്രീക്സിൻ്റെ പേര്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഈ എന്തിൽ വരുന്നത്? ഈ എക്സ്ട്രൻസിക് വാല്യൂവിൽ വരുന്നത്. അപ്പോൾ എന്താണ് ഓപ്ഷൻ ഗ്രീക്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റൻസീവ് ടൈം വാല്യൂവിൽ വരുന്ന കാര്യങ്ങളാണ്. അതായത് മാർക്കറ്റിലെ മൂവ്മെൻറ്റിനനുസരിച്ച്, മാർക്കറ്റിലെ ബിഹേവിയറിനനുസരിച്ച് വാല്യൂ ചേഞ്ച് ആവുന്ന ഒരു കാര്യമാണ് ഈ എക്സ്റ്റൻസീവ് അല്ലെങ്കിൽ ഈ ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 4 രീതിയിൽ ഓപ്ഷൻ ഗ്രീക്സ് ഉണ്ട്. ഡെൽറ്റ, ഗാമ, തീറ്റ, വെഗ. 4 കാര്യങ്ങളാണ്. നമ്മളിത് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 4 രീതിയായിട്ട് തന്നെ ഇതിനെ കൺസിഡർ ചെയ്യുക. ഇതെല്ലാം ഒന്നിച്ച് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്നത്. അപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ എനിക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയില്ല. വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കാൽക്കുലേഷൻ മെത്തേഡ് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഇൻവെസ്റ്റോപീഡിയയിലൊക്കെ ഇത് നമ്മൾ ബ്ലാക്ക് സ്കോൾസ് എന്ന് പറയുന്നൊരു കാര്യം വെച്ചാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തത്. നമുക്കിതൊക്കെ റെഡിലി അവൈലബിളാണ്. പക്ഷേ നിങ്ങൾക്കിത് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്നാണ്.
അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നാണ് നമ്മളുടെ ഗ്രീക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടിയല്ലേ എന്താ ഗ്രീക്സ് എന്ന് പറയുന്നത്. അതായത് പ്രീമിയത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ഗ്രീക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീക്സ് നല്ല രീതിയിൽ അഗ്രസീവാണ്, ഈ പ്രീമിയത്തിലൊക്കെ നല്ല ചേഞ്ച് വരാം. പക്ഷേ ബയ്യർ ആകുമ്പോഴും സെല്ലർ ആകുമ്പോഴും എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതുവരെ നമ്മൾ ഓപ്ഷൻ ഗ്രീക്സിനെ പറ്റിയാണ് പഠിച്ചത്. അപ്പോൾ നമുക്കിനി ഓരോരോ ഗ്രീക്സ് എന്താണ് എന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ ഡെൽറ്റ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഡെൽറ്റയുടെ ഒരു ഡെഫിനിഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഡെൽറ്റ മെസേഴ്സ് ഓപ്ഷൻ പ്രീമിയം പെർ 1 rupee ചേഞ്ച് ഇൻ അണ്ടർലൈങ് അസറ്റ്. അപ്പോൾ നമ്മളുടെ ATM, OTM, ITM സ്ട്രൈക്കുകളിൽ ഡിഫറെൻ്റ് ആയിരിക്കും ഡെൽറ്റ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അണ്ടർലൈങ് അസറ്റിൽ ചേഞ്ച് ഉണ്ടാകുന്ന, അതായത് 1 രൂപ അണ്ടർലൈങ് അസറ്റിൽ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് എത്ര രൂപ പ്രീമിയത്തിൽ ചേഞ്ച് ഉണ്ടായി എന്ന് പറഞ്ഞു തരുന്ന ആളാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടുത്ത പേജ് എടുക്കുകയാണ്. അപ്പോൾ ഡെൽറ്റ പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒരു കോണ്ടെക്സ്റ്റ് കൂടെ നിങ്ങൾക്ക് തരാം. നമ്മൾ ഓപ്ഷൻ ബയ്യറിൻ്റെയും സെല്ലറിൻ്റെയും കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ കൂടുതലും സംസാരിച്ചുകൊണ്ടിരുന്ന ഓപ്ഷൻ ബയ്യറിൻ്റെ കാര്യമാണ്. ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു 100 രൂപയുടെ പ്രീമിയം ഉള്ള എന്തെങ്കിലും ഒരു സ്ട്രൈക്ക് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഒരു ബയ്യർ എന്താഗ്രഹിക്കുന്ന എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ പ്രീമിയം ഇൻക്രീസ് ചെയ്താലാണ് ബയ്യറിൻ്റെ ലാഭം. 100-ൽ നിന്ന് 101, 102, 103, 104 എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന അനുസരിച്ചാണ് ആരുടെ ലാഭം? ഒരു ബയ്യറിൻ്റെ ലാഭം എന്ന് പറയുന്നത്. ഇനി ഒരു സെല്ലറിൻ്റെ ലാഭം എന്ന് പറയുന്നത് എന്താണ്? പ്രീമിയം കുറയുന്നതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 100-ൽ നിന്ന് 99, 98, 97 എന്ന രീതിയിലോട്ട് പ്രീമിയം കുറയുന്നതാണ് ആരുടെ ലാഭം? ഒരു സെല്ലറിൻ്റെ ലാഭം എന്ന് പറയുന്നത്. ഇനി ഒരു ബയ്യർ ട്രേഡൊക്കെ എടുത്തിട്ട് പ്രീമിയം കുറയുകയാണെങ്കിൽ അയാൾക്ക് നഷ്ടമായിരിക്കും വരുന്നത്. അതായത് അയാൾ ട്രേഡ് എടുത്ത് 100 രൂപയ്ക്കാണ്, പ്രീമിയം കുറഞ്ഞ് 99, 98 എന്ന രീതിയിലോട്ട് കുറഞ്ഞു വരുന്ന സമയത്ത് ഒരു ബയ്യറിന് അത് നഷ്ടമായിരിക്കും. ഇനി സെല്ലറിനും അതേ കാര്യം തന്നെയാണ് വരുന്നത്. അതായത് സെല്ലറിന് ട്രേഡ് എടുക്കുന്ന സമയത്ത് 100 രൂപയ്ക്ക് എടുത്തു, എന്നിട്ട് ആ പ്രീമിയം കുറഞ്ഞാലാണ് ലാഭം. അതിന് പകരം 101, 102 എന്ന് പറഞ്ഞ രീതിയിൽ കൂടുകയാണെങ്കിൽ ഒരു സെല്ലറിനത് നഷ്ടമായിരിക്കും വരുന്നത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഡെൽറ്റയുടെ കാര്യം നോക്കാം. എന്താണ് ഡെൽറ്റ എന്ന് മനസ്സിലാക്കാം. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് 26,300 നമ്മുടെ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂ ഇതാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 26,300-ൽ നിന്ന് പ്രൈസ് കൂടി 26,301 എത്തി എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ അണ്ടർലൈങ് അസറ്റിൽ എത്ര രൂപയുടെ ചേഞ്ച് സംഭവിച്ചു? 1 രൂപയുടെ ചേഞ്ച് സംഭവിച്ചു. അപ്പോൾ എന്താണ് അണ്ടർലൈങ് അസറ്റിൽ 1 രൂപയുടെ ചേഞ്ച് സംഭവിച്ചു. അപ്പോൾ പ്രീമിയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ട്രൈക്കിൻ്റെ റാൻഡം സ്ട്രൈക്ക് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു സ്ട്രൈക്കിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് 20 രൂപയാണ് എന്ന് വിചാരിക്കുക. 1 രൂപ മാർക്കറ്റ് മൂവ് ചെയ്ത സമയത്ത് പ്രീമിയം 20-ൽ നിന്ന് 20.5 എത്തിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, 1 രൂപ മാർക്കറ്റ് മൂവ് ചെയ്ത സമയത്ത് 20-ൽ നിന്ന് 20.5 എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 5 പൈസയുടെ ചേഞ്ച് ആണ് ഇവിടെ നമ്മുടെ പ്രീമിയത്തിലുണ്ടായത്. അതാണ് ഇതിൻ്റെ ഡെൽറ്റ എന്ന് പറയുന്നത്. അതായത് അണ്ടർലൈങ് അസറ്റ് 1 രൂപ മൂവ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളമാണ് നമ്മളുടെ പ്രീമിയം മൂവ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത്. അണ്ടർലൈങ് അസറ്റ് 1 രൂപ മൂവ് ചെയ്യുന്ന സമയത്ത് പ്രീമിയത്തിൽ എന്ത് ചേഞ്ച് ഉണ്ടായി എന്ന് പറയുന്നതാണ് ഡെൽറ്റ. അപ്പോൾ നമുക്ക് ഇതിനൊരു ചീറ്റ് ഷീറ്റ് ഉണ്ട്. നമുക്ക് എല്ലാത്തിനും ഡെൽറ്റ പോയൊന്നും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതിനൊരു സിമ്പിൾ ചീറ്റ് ഷീറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ്. അതായത് ATMസിൻ്റെ എല്ലാം തന്നെ, നമ്മൾ ATM പഠിച്ചില്ലേ എന്താണ്, ATMത്തിൻ്റെ എല്ലാം തന്നെ ഏകദേശം ഡെൽറ്റ, ഇത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ATMത്തിൻ്റെ എല്ലാം തന്നെ ഡെൽറ്റ ഓൾമോസ്റ്റ് 0.45 തൊട്ട് 0.55 വരെയാണ്. ഓക്കെ, 0.45 തൊട്ട് 0.55. അതിൻ്റെ അർത്ഥം ഒരു ATM സ്ട്രൈക്കാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മൾ ATM സ്ട്രൈക്കാണ് ചൂസ് ചെയ്യുന്നത്. നമ്മൾ പറയത്തില്ലേ സ്ട്രൈക്ക് സെലക്ഷൻ്റെ കാര്യം, ഒരു ATM സ്ട്രൈക്കാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, 1 രൂപ മാർക്കറ്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഏകദേശം പ്രീമിയത്തിൽ എത്ര രൂപ ലാഭം ലഭിക്കും? അതായത് മാർക്കറ്റ് 1 രൂപ മുന്നോട്ട് പോയി, ഈ പ്രീമിയത്തിലാണ് നമ്മുടെ ലാഭം കിടക്കുന്നത്. അപ്പോൾ പ്രീമിയം എത്ര രൂപയോളം മാറും? 0.45 തൊട്ട് 0.55 വരെയാണ് മാറുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ പ്രീമിയത്തിൻ്റെ ചേഞ്ചിൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ പ്രീമിയത്തിൽ എത്രത്തോളം ചേഞ്ച് ഉണ്ടാകുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ATMൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണ്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ലാഭം തരാൻ പോകുന്ന സ്ട്രൈക്കാണ് ITM എന്ന് പറയുന്നത്. പക്ഷേ അതിന് അത്രത്തോളം പൈസയും, അതായത് നമുക്ക് ITMൽ ട്രേഡ് ചെയ്യണമെങ്കിൽ ക്യാഷ് കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഒരു ബയ്യറിൻ്റെ കാര്യമൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്താണ്, ITMലാണെങ്കിൽ യൂഷ്വലി എന്താണ്
ഓൾമോസ്റ്റ് 0.62 എന്താണ് 1 റുപ്പി വരെയുള്ള ചേഞ്ച് ആണ് അവിടെ സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഐറ്റം സ്ട്രൈക്ക് ആണ് എടുത്തിരിക്കുന്നത് എന്ന് വിചാരിക്കാം. 1 രൂപ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് മിനിമം 0.6 തൊട്ട്, അതായത് 1 രൂപ മാർക്കറ്റ് മൂവ് ചെയ്തു, അപ്പൊ 100 രൂപയായിരുന്ന പ്രീമിയം 100.6 തൊട്ട് അല്ലെങ്കിൽ 101 എന്ന രീതി വരെ ചേഞ്ച് ചെയ്യാൻ എവിടെ സാധിക്കും? ഐറ്റം എന്ന് പറയുന്ന സ്ട്രൈക്കിൽ സാധിക്കും. ഇനി ഏറ്റവും കുറവ് ചേഞ്ച് വരുന്നത് OTM ആണ്. OTM എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡീപ്പ് OTM, അതായത് അങ്ങ് താഴെയുള്ള OTMs ആണെന്ന് വിചാരിക്കുക. ഡീപ്പ് OTMs ഒക്കെ ആണെങ്കിൽ എന്താണ് 0.321 ഉള്ളൂ. അതായത് 100 രൂപ പ്രീമിയം ഉള്ള 1 രൂപ ഇങ്ങനെ ചേഞ്ച് ആകുന്ന സമയത്ത് വെറും എന്താണ് ചിലപ്പോൾ 100.3 എന്ന രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചേഞ്ച് ആകും. വലിയ മാറ്റങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും പൈസ കുറവല്ലേ എന്ന് വിചാരിച്ച് ഈ OTM സ്ട്രൈക്കുകൾ എടുക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള മൂവ്മെൻറ്റ്സിലൊന്നും വലിയ പ്രീമിയം മാറ്റങ്ങളൊന്നും വരത്തില്ല. അത് മനസ്സിലാക്കുക. ഏറ്റവും പ്രീമിയം ചേഞ്ച് വരുന്ന ITM ആണ്, പിന്നീട് ATM, പിന്നീട് OTM ആണ് വരുന്നത്. അപ്പോൾ ഡെൽറ്റ എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് മാർക്കറ്റ് അണ്ടർലൈങ് അസറ്റ് 1 രൂപ മൂവ് ചെയ്യുന്ന സമയത്ത് എത്ര രൂപയോളമാണ് പ്രീമിയത്തിൽ ചേഞ്ച് വന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ആളാണ് എന്ത്? ഡെൽറ്റ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു 20 ആയിരുന്ന പ്രീമിയം 20.5 എത്തിയിട്ടുണ്ടെങ്കിൽ ATM ആണോ OTM ആണോ ITM ആണോ? ഇത് ATM ആയിരിക്കും, കാരണം ഓൾമോസ്റ്റ് 0.5 ആണ് മാറി. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. 20 ആയിരുന്ന പ്രീമിയം ഓൾമോസ്റ്റ് 20.8 മാറി. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചൂസ് ചെയ്ത് ഈ സ്ട്രൈക്ക് ഏതായിരിക്കും? ITM ആയിരിക്കും, കാരണം ITMലാണ് ഏറ്റവും കൂടുതൽ ചേഞ്ച് വരിക. ഇങ്ങനത്തെ രീതിയിൽ ഒന്ന് മനസ്സിലാക്കുക. ഇതാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഇനി അടുത്ത ആളാണ് ഗാമ എന്ന് പറയുന്നത്. എന്താണ് ഗാമ എന്ന് ചോദിച്ചാൽ ഡെൽറ്റയുടെ ചേഞ്ചിനെ നമുക്ക് പറഞ്ഞു തരുന്ന ആളാണ് ഗാമ എന്ന് പറയുന്നത്. ഗാമ ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡെൽറ്റ പെർ 1 റുപ്പി ചേഞ്ച് ഇൻ അണ്ടർലൈങ് അസറ്റ്. അപ്പോൾ അതായത് ഡെൽറ്റയുടെ ചേഞ്ചിനെ നമുക്ക് അറിയാൻ പറ്റുന്നത് എന്തിൽ നിന്നാണ്? ഗാമയിൽ നിന്നാണ്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഗാമ കൂടുന്നതനുസരിച്ച് നല്ല രീതിയിൽ പ്രീമിയത്തിലും ചേഞ്ച് വരാം. ഈ ഗാമ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ആരെയാണെന്നറിയോ? ബയ്യേഴ്സിനെയാണ്. ഇപ്പോൾ നല്ല രീതിയിൽ ഗാമ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഡെൽറ്റ കൂടും. ഡെൽറ്റ കൂടി എന്താണ്? പ്രീമിയം കൂടും. അപ്പോൾ അങ്ങനെ ഗാമ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്താണ്? ബയ്യേഴ്സിനെയാണ്. ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ സാധാരണ ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് വിചാരിക്കാം. പക്ഷേ അതാണ് നമ്മുടെ ഇപ്പോൾ വാക്കിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ പതിയെയാണ് നടക്കുന്നത്. പക്ഷെ പെട്ടെന്ന് നമ്മളൊരു പട്ട് കടിക്കാൻ വന്നാലോ നമ്മളങ്ങ് ഓടുമായിരിക്കും ചെയ്യുന്നത്. ഈ ഗാമ എന്ന് പറയുന്നത് മറ്റേ ഈ ഒരു സ്പീഡ്, ഈ ഒരു വാക്കിങ്ങിൽ നിന്ന് ഈ ഒരു റണ്ണിങ് സ്പീഡിലോട്ട് വന്നില്ലേ, ആ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ ഗാമ എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് വെക്കാം. മാർക്കറ്റിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഇപ്പോൾ വാറൊക്കെ വരുന്ന സമയത്ത് സഡൻ ആയിട്ടായിരിക്കും സ്പൈക്ക് വരിക. അപ്പോൾ ഈ സ്പൈക്ക് വരുന്ന ഗാമയിൽ നിന്നാണ് സ്പൈക്ക് വരുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡെൽറ്റയാണ് എന്ത്? ഈ ഗാമ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ആളാണ് തീറ്റ എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടാണ് ഈ തീറ്റയല്ല, നമ്മൾ 10th പഠിച്ച തീറ്റയുടെ കാര്യമല്ല ഈ പറയുന്നത്. ഈ തീറ്റ എന്ന് പറയുന്ന ഒന്നുമില്ല, കോൺട്രാക്റ്റിൻ്റെ വാല്യൂ എക്സ്പയറിയുടെ കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ നമ്മളൊരു കോൺട്രാക്റ്റിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഒരു കോൺട്രാക്റ്റിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ എൻഡ് ഡേറ്റ്, ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് വിചാരിക്കാം. ഈ കോൺട്രാക്റ്റ് തുടങ്ങിയ ഈ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എൻഡിലോട്ട് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പ്രീമിയം കുറഞ്ഞ് വന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ, പ്രീമിയം ഇങ്ങനെ കുറഞ്ഞ് വരാനുള്ള സാധ്യതകളാണ് ഉള്ളത്. അതായത് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 100 രൂപ ആയിരിക്കും, അത് പിന്നെ കുറഞ്ഞു. അതേ സ്ട്രൈക്കിന് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും, അതായത് ബാക്കി ഡെൽറ്റ ഗാമ ഒക്കെ അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ പോലും ഓരോ ദിവസം കഴിയുന്നതനുസരിച്ച് ഓപ്ഷൻ്റെ പ്രീമിയത്തിൽ ഇങ്ങനെ കുറവുണ്ടാവും. അതായത് അത് കുറഞ്ഞ് വരും. ഈ തീറ്റ ആരെയാണ് കൂടുതൽ സഹായിക്കുന്നത്? ഓപ്ഷൻ സെല്ലേഴ്സിനെയാണ് കൂടുതൽ സഹായിക്കുന്നത്. അതായത് ഓരോ ദിവസം കഴിയുന്നതനുസരിച്ചും എന്താണ് പ്രീമിയത്തിൻ്റെ അളവിൽ ചേഞ്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചേഞ്ച് ഉണ്ടായി എക്സ്പയറി ആകുന്ന സമയത്ത് ഇതങ്ങ് 0 ആകുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അതങ്ങ് 0 ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ തീറ്റ വർക്ക് ചെയ്യുന്നത്. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ എക്സ്പയറിയോട് അടുക്കുന്നതനുസരിച്ച് ഈ പ്രീമിയത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? തീറ്റ എന്ന് പറയുന്നത്. എക്സ്പയറിയോട് അടുക്കുന്നതനുസരിച്ചല്ല, എപ്പോഴും പ്രീമിയത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു ചേഞ്ചിനെയാണ് എക്സ്പയറിയിലോട്ട് ടുവേഴ്സ് എക്സ്പയറി
പ്രീമിയത്തിലുണ്ടാകുന്ന ചേഞ്ച്. അതായത് നമ്മൾ ഒരു കോമൺ എക്സാമ്പിൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളതായിരിക്കും. അതായത് നമുക്കിപ്പോൾ ഒരു എക്സാം ഉണ്ട്, 10 ദിവസം പഠിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ ആ 10 ദിവസം നമ്മൾ എടുത്ത് പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ജയിക്കാൻ ഉള്ള സാധ്യത 100% ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹാഫായിട്ടാണ് പഠിക്കാൻ തുടങ്ങിയെങ്കിൽ ചിലപ്പോൾ ഒരു 10% ചാൻസ് ആയിരിക്കും നമ്മൾ ജയിക്കാനുള്ളത്. പക്ഷെ ഇവിടെ എത്തിയിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ജയിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇതുപോലെ തന്നെയാണ് തീറ്റ വരുന്നത്. എക്സ്പയറിയോട് അടുക്കുന്നതിനനുസരിച്ച് ഇതിങ്ങനെ സാധ്യതകളാണ് കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. ഇവിടെ ബേസിക്കലി നമ്മളിപ്പോൾ നേരെ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവുകയാണെങ്കിൽ മാത്രം മനസ്സിലാക്കിയാൽ മതി. അതായത് 26 നമ്മൾ എടുത്തിരിക്കുന്ന സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഏകദേശം 27,000 ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ 5-6 മാസം മുമ്പെയാണ്. ഇത് മനസ്സിലാകുകയാണെങ്കിൽ മാത്രം മനസ്സിലാക്കിയാൽ മതി, കൺഫ്യൂഷൻ ആണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഈ 27,000 രൂപയാണ് നമ്മൾ എടുത്തിരിക്കുന്ന സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് എക്സ്പയറിയുടെ മുമ്പായിട്ട് ഇതിൻ്റെ മുകളിലെത്തിയാൽ മാത്രമായിരിക്കും, അതായത് എക്സ്പയറിക്ക് ഇതിൻ്റെ മുകളിലെത്തിയാൽ മാത്രമാണ് നമ്മൾ പ്രോഫിറ്റബിൾ ആകുക. ഇപ്പം നമ്മുടെ എക്സ്പയറിക്ക് 6 മാസം ഉണ്ടെങ്കിൽ ഇതിന് നല്ല ചാൻസ് ഉണ്ട് ഇത് 27,000 മുകളിലോട്ട് പോകാനായിട്ട്. ഇനിയും എക്സ്പയറിക്ക് നമുക്ക് 3 മാസമാണെങ്കിൽ ഒരു 50-50 ചാൻസ് ഉണ്ടെന്ന് പറയാം. ചിലപ്പോൾ എക്സ്പയറിക്ക് അടുത്ത് വരുന്ന സമയത്ത് ചാൻസ് കുറഞ്ഞ് വരിക. അതായത് ഇതിൻ്റെ മുകളിലോട്ട് പോകാനുള്ള ചാൻസ് കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്പയറി ആകുന്ന സമയത്ത് ചിലപ്പോൾ ഇതിന് മുകളിലോട്ട് കടന്നില്ലെന്ന് വരും. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ പ്രീമിയം 0 ആകുകയാണ് ചെയ്യുന്നത്. ഏകദേശം ക്ലിയർ ആയില്ലേ? ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കുക, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രീമിയം ആണ്. എക്സ്പയറിയോട് അടുക്കുന്നതിനനുസരിച്ച് പ്രീമിയത്തിലുണ്ടാവുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? തീറ്റ എന്ന് വിളിക്കുന്നത്. ബേസിക്കലി പറഞ്ഞാൽ എന്തായാലും ഈ തീറ്റ കാരണം പ്രീമിയം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ട് എക്സ്പയറി ആകുന്ന സമയത്ത് ഇത് പ്രീമിയം എന്തായി മാറും? 0 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ ഒന്നുകൂടെ ആദ്യം പഠിച്ച ഇൻട്രൻസിക് ആൻഡ് എക്സ്ട്രൻസിക് വാല്യൂ എന്ന് പറയുന്ന കാര്യം നമ്മൾ ഇവിടെ പഠിച്ചായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ എക്സ്ട്രൻസിക് വാല്യൂവിൻ്റെ അണ്ടറിലാണ് ടൈം വാല്യൂ വരുന്നത് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ എക്സ്ട്രൻസിക് ഇതിൻ്റെ അണ്ടറിലാണ് ടൈം വാല്യൂ വരുന്നത്. ഇൻട്രൻസിക് എന്ന് പറയുന്നത് ഏതിന് മാത്രമേ ഉള്ളൂ? ITM-നാണ് ഇൻട്രൻസിക് ഉള്ളത്. ഇനി എക്സ്പയറിയുടെ സമയത്താണെങ്കിൽ ATM-നും ഉണ്ടാവില്ല. അപ്പോൾ എക്സ്പയറിയുടെ സമയത്ത് എന്തൊക്കെ സംഭവിച്ചാലും ഈ എക്സ്ട്രൻസിക് വാല്യൂ അല്ലെങ്കിൽ ഈ ടൈം വാല്യൂ, കാരണം കോൺട്രാക്ട് തീർന്നു, പിന്നെ ടൈം വാലിഡ് ആണോ, ടൈം വാല്യൂ ഉണ്ടോ, അവിടെ കോൺട്രാക്ട് കഴിഞ്ഞു. അപ്പോൾ തീറ്റ കാരണം ഈ എക്സ്പയറിയുടെ സമയത്ത് എന്താവും? ഈ എക്സ്ട്രൻസിക് വാല്യൂവിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 0 ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ എക്സ്പയറിയുടെ സമയത്ത് ആകെ കൂടി എന്തിന് മാത്രമേ പ്രൈസ് ഉണ്ടാകത്തുള്ളൂ? ഈ ഇൻട്രൻസിക്കിന് മാത്രമേ വാല്യൂ ഉണ്ടാകത്തുള്ളൂ. ആ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ വാല്യൂ അത് അവിടെ തന്നെ ഉണ്ടാകും, അതിൽ ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ല. ഈ എക്സ്ട്രൻസിക് വാല്യൂ എന്ന് പറയുന്ന എല്ലാം തന്നെ നിങ്ങൾ ഏത് എക്സ്പയറി വേണമെങ്കിലും എടുത്ത് വയ്ക്കും. എക്സ്പയറിക്ക് നമ്മൾ ഈ കാണാം, നമുക്ക് OTM-ൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ OTM-ന് ഇൻട്രൻസിക് വാല്യൂ ഉണ്ടോ? OTM-ൻ്റെ ഇൻട്രൻസിക് വാല്യൂ 0 നമ്മൾ ആദ്യം പഠിച്ചില്ലേ? അതിനാകെ കൂടി എക്സ്ട്രൻസിക്കേ ഉള്ളൂ. എക്സ്പയറിയുടെ സമയത്ത് അതും 0 ആവും. അപ്പോൾ നമുക്ക് എക്സ്പയറിയുടെ സമയമൊക്കെ ആകുന്ന സമയത്ത് നമുക്കിവിടെ 0 എന്ന് കാണാനായിട്ട് സാധിക്കുന്ന. അപ്പോൾ നിങ്ങൾക്ക് ട്യൂസ്ഡേ ആണ് നിഫ്റ്റിയുടെ എക്സ്പയറി വരുന്നത്. അപ്പോൾ ട്യൂസ്ഡേ നിഫ്റ്റി ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സ്പയറി കാണാനായിട്ട് സാധിക്കുന്നത്. ഇതെല്ലാം OTM എല്ലാം 0 ആയി പോകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓപ്ഷൻസ് വർത്ത്ലെസ് ആയി പോവുക എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് തീറ്റ എന്ന് പറയുന്നത്. ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല നിങ്ങൾക്ക്. ഇനി അടുത്തതാണ് വെഗ എന്ന് പറയുന്നത്. വെഗ വോളറ്റാലിറ്റീനെ മെഷർ ചെയ്യുന്ന ഒരു കാര്യമാണ് വെഗ എന്ന് പറയുന്നത്. ജസ്റ്റ് നമുക്ക് ആ പേജ് എടുക്കാം. ഓക്കെ, വോളറ്റാലിറ്റീനെ മെഷർ ചെയ്യുന്നത് ബേസിക്കലി പറയുകയാണെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യത്തില്ലേ, ഇതിനെയാണ് നമ്മൾ വോളറ്റൈൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇത് വോളറ്റൈൽ ആണോ? അല്ല. പക്ഷേ ഇതിങ്ങനെ ഹൈ മൂവ്മെൻറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് എക്സ്ട്രീം വോളറ്റാലിറ്റിയാണ്. സ്വാഭാവികമായിട്ടും വോളറ്റാലിറ്റി ഹയർ ആണെങ്കിൽ പ്രീമിയം ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വോളറ്റാലിറ്റി കൂടുതലാണെങ്കിൽ പ്രീമിയം ഇൻക്രീസ് ചെയ്യും, ലോവർ വോളറ്റാലിറ്റി ആണെങ്കിൽ പ്രീമിയം ഡിക്രീസ് ചെയ്യും. നമുക്കിവിടെ വോളറ്റാലിറ്റീനെ മെഷർ ചെയ്യാൻ വേണ്ടി ഇന്ത്യ വിക്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യ
വിക്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ചാർട്ടിൽ ടൈപ്പ് ചെയ്ത് നോക്കാം ഇന്ത്യ വിക്സ്. ഇപ്പോൾ ഇന്ത്യ വിക്സ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് വോളറ്റാലിറ്റിയുടെ മെഷർ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഇന്ത്യ വിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ വോളറ്റാലിറ്റീനെ മെഷർ ചെയ്യുന്നതാണ് ഈ വെഗ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രീക്സ് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഡെൽറ്റ, ഗാമ, തീറ്റ ആൻഡ് വെഗ. ഈ നാലൂടെ ഒന്നിച്ച് വരുമ്പോഴത്തേക്കാണ് ഈ എക്സ്ട്രിൻസിക് അല്ലെങ്കിൽ ടൈം വാല്യൂയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആകുന്നത്. ഈ ടൈം വാല്യൂ എക്സ്പയറി ആകുന്ന സമയത്ത് എന്തായി മാറും? ഇല്ലാണ്ടായി മാറും. എന്തൊക്കെ സംഭവിച്ചാലും ഈ ടൈം വാല്യൂ ഇല്ലാണ്ടായി മാറും. പിന്നെ ഏത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ? എക്സ്ട്രിൻസിക് വാല്യൂ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ ഐറ്റമിൻ്റെ കേസിൽ മാത്രമേ എക്സ്ട്രിൻസിക് വാല്യൂ ഉണ്ടാവത്തുള്ളൂ. ട്രെയിൻ ക്ലിയർ ആയില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിനി ഓപ്ഷൻ ബൈയിങ്ങും സെല്ലിങ്ങും വേഴ്സസ് എന്താണ് ഓപ്ഷൻ ബൈയിങ്ങും സെല്ലിങ്ങും തമ്മിലുള്ളൊരു വ്യത്യാസം എന്നൂടെ നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് തന്നെ ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ കാര്യമാണ്. ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഞാനത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഓർത്ത് വയ്ക്കുക, ഒരു ഓപ്ഷൻ ബയ്യറിന് എപ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുക? പ്രീമിയം ഇൻക്രീസ് ചെയ്യുമ്പോഴാണോ ഡിക്രീസ് ചെയ്യുമ്പോഴാണോ? ഇൻക്രീസ് ചെയ്യുമ്പോൾ. ഒരു ഓപ്ഷൻ സെല്ലറിന് എപ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുക? പ്രീമിയം ഡിക്രീസ് ചെയ്യുമ്പോൾ. ഇത് മനസ്സിലുണ്ടല്ലോ? ഇനി ഞാൻ പറഞ്ഞുതരാം. ഈ ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഹൈ അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഓപ്ഷൻ ബയ്യറിന് കിട്ടാനുണ്ട്. ഇനി ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിലോ ലിമിറ്റഡ് ടു പ്രീമിയം ആണ്. അതായത് മാക്സിമം കിട്ടാണ്. നമ്മൾ എൻട്രി ചെയ്യുമ്പോഴേ നമുക്ക് മാക്സിമം എത്ര രൂപ കിട്ടുമെന്ന് അറിയാം. അതായത് അതിൽ കൂടുതൽ 1 രൂപ പോലും എന്തായാലും കിട്ടത്തില്ല. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ തന്നെ നിങ്ങൾ ആലോചിച്ച് വെക്കുക, നമ്മൾ എൻട്രി ചെയ്ത പ്രീമിയം എന്ന് പറയുന്നത് 20 റുപ്പീസാണ്. ഓക്കെ, ഒരു ബയ്യറാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ബയ്യറാണ്. 20 രൂപയ്ക്ക് എൻട്രി ചെയ്യുകയാണെങ്കിൽ എത്ര വരെ പ്രീമിയം പോവാം? എത്ര വേണമെങ്കിലും വരെ പോവാം. 20-ൽ നിന്ന് 30 ആകാം, 40 ആകാം, 50 ആകാം, 60 ആകാം, 100 ആകാം, 110 ആകാം. മാർക്കറ്റിൻ്റെ വോളറ്റാലിറ്റിയും അതേപോലെ ഗ്രീക്സും എല്ലാം അനുസരിച്ച് ഇതിന് വേണമെങ്കിൽ എത്രയായിട്ട് വേണമെങ്കിലും വളരാൻ സാധിക്കും. ചെറിയ ക്യാപിറ്റലും ഈ വലിയ ട്രേഡ്സ് ഒക്കെ ചിലർ എടുക്കുന്ന കണ്ടിട്ടില്ലേ? അത് ഇങ്ങനെയാണ്. ഓപ്ഷൻ ബൈയിങ് ചെയ്തിട്ട് ഏൺ ചെയ്യുന്നതാണ്. പക്ഷേ ഭയങ്കര ഈസിയാണോ ഇത്? അല്ല കേട്ടോ, അതുകൂടെ പറയണമല്ലോ. അപ്പോൾ ബൈയിങ്ങിലാണെങ്കിൽ അൺലിമിറ്റഡ് പ്രോഫിറ്റിനുള്ള പൊട്ടൻഷ്യൽ അവിടെ ഉണ്ട്. കാരണം പ്രീമിയത്തിന് എത്ര വേണമെങ്കിലും ആയിട്ട് ഇൻക്രീസ് ചെയ്യാം. ഇനി ഒരു സെല്ലറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 20 രൂപ പ്രീമിയത്തിൽ എൻട്രി ചെയ്തു. അദ്ദേഹത്തിന് മാക്സിമം കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20 രൂപയാണ്. കാരണം എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ സെല്ലറിന് പ്രീമിയം കുറഞ്ഞാൽ മാത്രമേ ലാഭം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ മാക്സിമം എത്ര രൂപ കിട്ടാം ഒരു സെല്ലറിന്? 20 രൂപയെ കിട്ടത്തുള്ളൂ. ഓക്കെ, അത് മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ അൺലിമിറ്റഡ് പ്രോഫിറ്റ് ആണ് ബയ്യറിനുള്ളത്. ഒരു സെല്ലറിനുള്ളത് എന്താണ്? ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആണ്. ഇനി നമുക്ക് നേരത്തെ അടുത്ത കാര്യം നോക്കാം. ലോസ് പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ ബയ്യറിന് ലിമിറ്റഡ് ആണ് ലോസ് വരുന്നത്. പക്ഷെ സെല്ലറിന് എന്താണ്? അൺലിമിറ്റഡ് ലോസിനുള്ള സാധ്യതയുണ്ട്. അതെന്താ അത്? പിന്നെന്തിനാ ആൾക്കാർ സെല്ല് ചെയ്യുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു ബയ്യറിൻ്റെ കേസ് എടുക്കാം. ഒരു ബയ്യറിൻ്റെ കേസിൽ അദ്ദേഹത്തിന് എത്ര രൂപ നഷ്ടമാകാം? അയാൾക്ക് അയാളുടെ പ്രീമിയം മാത്രമായിരിക്കും മാക്സിമം നഷ്ടമാകാനായിട്ട് പോകുന്നത്. അപ്പോൾ 20 രൂപയ്ക്ക് എൻട്രി ചെയ്ത ഒരു സ്ട്രൈക്കാന്ന് വിചാരിച്ചോ, എത്ര വരെ ലോസ് വരാം? കാരണം പ്രീമിയം നെഗറ്റീവ് ആകത്തില്ല, 0 വരെ പോകത്തുള്ളൂ. അപ്പോൾ 20-നടുത്താണെങ്കിൽ മാക്സിമം 20 വരെ പോകത്തുള്ളൂ. അപ്പോൾ മാക്സിമം വരാൻ പോകുന്ന ലോസ് എത്രയാ? 20 വരെ ആയിരിക്കും. പക്ഷേ ഒരു സെല്ലറിനെ സംബന്ധിച്ചിടത്തോളം, സെല്ലറിന് ഇടുവാണ്, സെല്ലറിനെ സംബന്ധിച്ചിടത്തോളം 20 എന്നുള്ള എത്ര വേണമെങ്കിലും കൂടാം അല്ലേ? പ്രീമിയം കൂടുമ്പോൾ സെല്ലറിന് നഷ്ടമല്ലേ വരിക? അപ്പോൾ അത് എത്ര വേണമെങ്കിലും കൂടാം, അതിനനുസരിച്ച് നഷ്ടമായിരിക്കും വരിക. അപ്പോൾ അൺലിമിറ്റഡ് ലോസ് ആയിരിക്കും ഒരു സെല്ലറിനുള്ള കാര്യം. അപ്പോൾ ബയ്യറിനുള്ള കാര്യം എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ലോസ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, പിന്നെ എന്തിനാ ആൾക്കാർ സെല്ല് ചെയ്യണം? സെല്ലിങ് കൊണ്ട് എന്താ ലാഭം? അത് നമുക്കിനി അടുത്ത് നോക്കാം. ടൈം ഡീക്കേ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ടൈം ഡീക്കേ എന്തായാലും സംഭവിക്കും. അതായത് നമ്മുടെ തീറ്റ എന്ന് ഞാൻ പറഞ്ഞില്ലേ, തീറ്റയാണ് ഈ ടൈം ഡീക്കേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈം ഡീക്കേ എന്തായാലും സംഭവിക്കുന്ന കാര്യം, അത് നമുക്ക് ഇന്നെവിറ്റബിൾ ആണ്, അത് മറികടക്കാൻ പറ്റില്ല. അപ്പോൾ ടൈം ഡീക്കേ എന്ന് പറയുന്ന കാര്യം ആർക്കാണ് ഉള്ളത്? ഈ സെല്ലറിനാണ് ഗുണം. കാരണം പ്രീമിയം കുറഞ്ഞ് അത് ഇല്ലാണ്ടാവും. അപ്പോൾ സെല്ലറിനെ സംബന്ധിച്ചിടത്തോളം ഈ ടൈം ഡീക്കേ ഉള്ളതുകൊണ്ട് അതായത് അയാൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ബയ്യറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്തായാലും ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടില്ലേ, ചെറുതായിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, ബയ്യറിന് വലിയ കാര്യമായിട്ട് ലാഭമൊന്നും ലഭിക്കത്തില്ല. പക്ഷേ വലിയ മൂവ്മെന്റ് ഇല്ല, ചെറുതായിട്ടേ മൂവ്മെന്റ് ഉള്ളൂ.
അതേസമയം വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ അതെന്തായാലും നല്ല തീറ്റ DK ഉണ്ടാവും. അത് സെല്ലറിനാണ് അദ്ദേഹത്തിൻ്റെ ലാഭമായിട്ട് വരുന്നത്. അതുകൊണ്ട് കൂടിയാണ് എന്താണ് ആൾക്കാർ കൂടുതലായിട്ടും സെല്ലും കൂടെ ചെയ്യുന്നത്. ഇനി അടുത്ത് ക്യാപിറ്റലിൻ്റെ കാര്യം നോക്കാം. ഒരു ബയറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലോവർ ക്യാപിറ്റൽ മതി, ചെറിയ ക്യാപിറ്റലിൻ്റെ ആവശ്യമുള്ളൂ. അതിന് കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ അയാളുടെ പ്രീമിയം 20 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 20 ഇൻറ്റു ലോട്ട് സൈസ് 65 വിചാരിക്കുക. അപ്പോൾ 20 ഇൻറ്റു 65 മാത്രമാണ് അയാളുടെ ക്യാപിറ്റൽ നീഡഡ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. കാരണം ഇത് നഷ്ടമാണെങ്കിൽ മാക്സിമം അത്രേ വരുള്ളൂ. പക്ഷേ ഒരു സെല്ലർ കൊടുക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഹയർ മാർജിനാണ്. ചെറിയ മാർജിൻ ഒന്നുമല്ല. സെല്ലർ ഒരു ട്രേഡിൽ ഇറങ്ങാൻ നേരം ഞാൻ പറഞ്ഞ പോലെ പ്രീമിയം അങ്ങോട്ട് കൊടുത്തിട്ടൊന്നുമല്ല കയറുന്നത്. നല്ല മാർജിൻസ് കൊടുത്തിട്ടാണ് ഒരു സെല്ലർ ഒരു ട്രേഡിലോട്ട് കയറുന്നത്. ഒരു സെല്ലർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു മാർജിൻ കൊടുത്തിട്ടാണ് കയറുന്നത്. 3 മാർജിൻസ് ആണ് കൊടുക്കുന്നത്. സ്പാൻ മാർജിൻ എന്ന് പറയുന്ന ഒരു മാർജിനും എക്സ്പോഷർ മാർജിൻ എന്ന് പറയുന്ന ഒരു മാർജിനും അതേപോലെ തന്നെ പ്രീമിയം കളക്റ്റഡ് എന്നാണ് പറയുന്നത്. പ്രീമിയം കളക്റ്റഡ് എന്ന് പറയുന്ന ഒരു കാര്യം, ഈ 3 കാര്യം കൂടെയാണ് എന്ത് ഒരു സെല്ലർ കൊടുക്കുന്നത്. ഈ സ്പാൻ മാർജിന് പുറമെ, അതായത് സ്പാൻ മാർജിൻ എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ ഇത്രയും മാർജിൻ വാങ്ങിക്കുന്നതെന്നറിയോ? ഒരു സെല്ലറിന് അൺലിമിറ്റഡ് ലോസ് ആണ് വരുന്നത്. അതായത് നമുക്ക് ഇൻ കേസ് ഇങ്ങനെ അൺലിമിറ്റഡ് ലോസ് വരുവാണെങ്കിൽ നമ്മൾ അക്കൗണ്ടിൽ അത്രയും പൈസ വെച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു ബ്രോക്കറാണല്ലോ ഇതെല്ലാം സെറ്റിൽ ചെയ്യേണ്ടത്. ഈ ബയറിന് സെല്ലറിനായിട്ട് സെറ്റിൽ ചെയ്ത് കൊടുക്കണ്ടേ? അത്രയും പൈസ നമ്മുടെ അക്കൗണ്ടിലില്ല. ബ്രോക്കറിന് ഇപ്പോൾ ഇത് നമ്മളെ പോലെ കുറേ പേര് അങ്ങോട്ട് വന്നിട്ട് എന്താണ് ലോസ് വന്നിട്ട് ഇതെല്ലാം കൂടെ അടച്ചു വെച്ചിട്ട് പോയി. ഒരു 1 ലക്ഷം ആൾക്കാരിങ്ങനെ പോയി. നമുക്ക് എല്ലാവരുടെയും പുറകെ പോകാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതുപോലുള്ള അഡീഷണൽ മാർജിൻ എക്സ്ട്രാ കളക്ട് ചെയ്യും. അതായത് ഇൻ കേസ് ഒരു മാക്സിമം ലോസ് വരികയാണെങ്കിൽ എന്താണ് ഈ ഒരു മാർജിൻസിൽ നിന്ന് ഈ പൈസ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്പാൻ മാർജിന്, എക്സ്പോഷർ മാർജിൻ, പ്രീമിയം കളക്റ്റഡ് ഇത്രയും കാര്യങ്ങൾ കൂട്ടിച്ചേരുമ്പോഴാണ് ഒരു സെല്ലറിൻ്റെ ക്യാപിറ്റലാണ്. അതുകൊണ്ടാണ് സെല്ലിങ്ങിന് ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരുന്നത്. ഏകദേശം ചെറിയൊരു ക്ലാരിറ്റി കിട്ടിയില്ലേ? ഇനി അടുത്ത കാര്യമാണ് ഓഡ്സ് ഓഫ് വിന്നിങ് എ ട്രേഡ്. ഒരു ബയ്യറിന് വിജയിക്കാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷേ ഒരു സെല്ലറിന് വിജയിക്കാനുള്ള സാധ്യത, ട്രേഡിൽ വിജയിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്താണ്? 3-ൽ 2 വട്ടവും സെല്ലറിനാണ് വിജയിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കുറേയും കൂടെ ആൾക്കാർ സെല്ലിങ്ങും കൂടെ ചെയ്യുന്നത്. ആൾക്കാർ ബൈയിങ് മാത്രമല്ല സെല്ലിങ്ങും ചെയ്യുന്നതിന് കാരണം എന്ന് പറയുന്നത് അതാണ്. ഞാൻ പേഴ്സണലി ഒരു സെല്ലറാണ്, ഓപ്ഷൻ സെല്ലറാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഓപ്ഷൻസിൻ്റെ ഒരു ബേസിക് മുതൽ ഒരു കുറേ കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, എന്താണ് ഓപ്ഷൻസ് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഇനി ഞാൻ ഇത് ലാപ്ടോപ്പ് കണക്ട് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്നുള്ളത് വെച്ചാൽ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ഞാനിപ്പോൾ എൻ്റെ സ്ക്രീൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ സെറോദയുടെ ആപ്പാണ് എടുത്തിരിക്കുന്നത്. ഞാൻ സെറോദയിലാണ് ട്രേഡ് ചെയ്യാറ്. അപ്പോൾ ഇത് സെറോദയുടെ ആപ്ലിക്കേഷനാണ്. ഇത് ഒറിജിനൽ ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഹായ് എലിസബത്ത്. ഞാൻ ഇവിടെ പ്രൈവസി മോഡ് ഓണാക്കിയിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ മാർജിൻ അവൈലബിളും ബാക്കിയൊന്നും കാണാൻ പറ്റാത്തത്. അപ്പോൾ ഇതാണ് എൻ്റെ സെറോദയുടെ കാര്യം എന്ന് പറയുന്നത്. ഇനി സെറോദയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊന്ന് ഫ്യൂച്ചേഴ്സ് ഒക്കെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. നമ്മൾ നേരത്തെ സെർച്ച് ചെയ്ത് ഓർക്കുന്നുണ്ടോ? റിലയൻസിൻ്റെ ഫ്യൂച്ചർ സെർച്ച് ചെയ്യാണ്. റിലയൻസിൻ്റെ ഈ ഫ്യൂച്ചർ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴോട്ട് കാണാം. ജാൻ, ഫെബ്, മാർച്ച് എന്ന രീതിയിൽ നമുക്ക് താഴോട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതേ റിലയൻസ് ജാൻ 15-10 എന്നൊക്കെ പറഞ്ഞ CEP ഇതൊക്കെ നമുക്ക് കാണാം. ഇതെന്താ? ഇത് ഓപ്ഷൻസ് ആണ്. ഇതിന് മുകളിലുള്ള ഇതൊക്കെ എന്താ? ഇത് ഫ്യൂച്ചേഴ്സ്. ഈ താഴോട്ട് കാണുന്ന CEP ഒക്കെ കാണുന്നത് എന്താണ്? ആ CEP കാണുമ്പോൾ തന്നെ ഓർത്തോ അത് ഓപ്ഷൻസിൻ്റെ സ്ട്രൈക്കുകളാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഫ്യൂച്ചേഴ്സ് മാറ്റിയിട്ട് ഓപ്ഷൻസിൻ്റെ കാര്യങ്ങളിലോട്ട് പോകാം. ഇനി ഞാനിവിടെ ജസ്റ്റ് 26,500 എന്ന് പറയുന്ന ഒരു സ്ട്രൈക്ക് റാൻഡമായിട്ട് സെർച്ച് ചെയ്യാണ്. ഞാൻ നിഫ്റ്റിയിലാണ് പൊതുവേ ട്രേഡ് ചെയ്യാറ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിഫ്റ്റിയുടെ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ നിഫ്റ്റി 13 ഇവിടെ കണ്ടോ? നിഫ്റ്റി 13th ജാൻ. അതേപോലെ തന്നെ ഈ സ്ട്രൈക്കിൻ്റെ ഇതും കാണാൻ പറ്റും, ബൈ സെല്ലെന്നും കാണാം. ഞാൻ ആ ബൈ സെല്ലൊന്ന് മാറ്റിയിട്ട് ഓക്കെ 26,500 CE എന്ന് കാണാൻ പറ്റും. ഈ 13 എന്ന് ഉദ്ദേശിക്കുന്ന ഇതിൻ്റെ എക്സ്പയറി ഡേ. ഞാൻ പറഞ്ഞു ഇതിനൊരു എക്സ്പയറി ഉണ്ടെന്ന്. നിഫ്റ്റിയിലൊക്കെ വീക്ക്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ്പയറി W നമുക്ക് കാണാം. ഓരോ ബ്രോക്കറിനനുസരിച്ച് ഇതിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാവുന്നതാണ്. ഇവിടെ നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഇതില്ല. ഇവിടെ കണ്ടോ വീക്ക്ലി ഇല്ല, ജാനിന് മാത്രമേ ഉള്ളൂ. അത് ഏറ്റവും ഫൈനൽ എക്സ്പയറിയാണ്. ഇപ്പോൾ സെറോദയിൽ ഇങ്ങനെയാണ് വരുന്നത്.
ചിലതിൽ ഡേറ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും, ചിലതിൽ ഡേറ്റ് കാണിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഓപ്ഷൻസിൻ്റെ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ഇനി ആദ്യം തൊട്ട് നമുക്ക് എന്തൊക്കെ ഇതെന്ന് പറയാം. നിഫ്റ്റി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത്. 13th എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആണ്. ജാൻ എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്പയറി മന്ത് ആണ്. ഇനി 26,500 എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് ആണ്. CE എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ കോൾ ഓപ്ഷൻ ആണ് എന്ന് കാണിക്കുന്നതാണ്. ഇതിൻ്റെ സെയിം തന്നെ കണ്ടോ, 26,500 തന്നെ സെയിം പുട്ട് ഓപ്ഷന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബൈ എന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ബൈ എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാം ഈ ഒരു സ്ട്രൈക്ക് എനിക്ക് വാങ്ങിക്കാനായിട്ട് ഇതേ നോക്കിയേ വെറും 523 രൂപ മതി. അപ്പോൾ ഞാനിവിടെ ഇതിനെ ബൈ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഇവിടെ ബൈ കൊടുക്കുമ്പോൾ നമുക്കിത് ഇങ്ങനൊരു പോപ്പപ്പ് ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ റെഗുലർ എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാം ക്വാണ്ടിറ്റിയുടെ ഇവിടെ എന്താണ് 65 എന്ന് കാണുന്നുണ്ട്. അതെന്താ, ഇതിൻ്റെ ലോട്ട് സൈസ് ആണ്. മിനിമം നമുക്ക് ഇത്രയുമെങ്കിലും ഇത് വാങ്ങേണ്ടതുണ്ട്. ഇനിയും വാങ്ങണമെങ്കിലോ ഇതിലും കൂടുതലായിട്ടേ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇതിലും കുറച്ച് എന്തായാലും വാങ്ങാൻ സാധിക്കത്തില്ല. ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കണ്ടോ 65 നമ്മൾ മിനിമം ആയിട്ടാണ് വാങ്ങേണ്ടത്. ഇനി ഇതിന് താഴോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ റിക്വയർഡ് മാർജിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. 516 രൂപയുടെ ആവശ്യമേ ഉള്ളൂ ഈ ഒരു ട്രേഡിങ്ങിൽ. അപ്പോൾ ആൾക്കാർ എന്തിനാണ് കൂടുതൽ ബൈ ചെയ്യുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. 516 രൂപയുടെ ആവശ്യം ഇവിടെ വരുന്നുള്ളൂ. ഇത്രയും പൈസ കുറവേണ്ടത് ഏത് സ്ട്രൈക്ക് ആയിരിക്കും, OTM സ്ട്രൈക്ക് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിയില്ല. ഇങ്ങനെയാണ്. ഇനി നമ്മൾ ബൈ കൊടുക്കുകയാണെങ്കിൽ ഇതങ്ങ് ബൈ ആയിക്കോളും. നമുക്ക് എന്താണ് ഇതിൻ്റെ ഇപ്പോൾ കൂട്ടണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലോട്ട് സൈസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മാറ്റിയിട്ട് ഇപ്പോൾ 5 ലോട്ട് വേണം. 5 ലോട്ട് എടുക്കുമ്പോൾ ഏകദേശം 325 ക്വാണ്ടിറ്റി വരുന്നത്. എത്ര ലോട്ടാണോ വേണ്ടത് ആ ലോട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലോട്ട് സൈസും കിട്ടുന്നതാണ്. ലോട്ട് സൈസിനനുസരിച്ച് നമുക്ക് എത്ര രൂപ മാർജിൻ വേണം. ഇപ്പോൾ 5 ലോട്ടാണെങ്കിൽ നമുക്ക് കാണാം 2632 രൂപ നമുക്ക് വേണ്ട വരും. ഇനി ഈ സെയിം സ്ട്രൈക്ക് ഒരു മാറ്റവും ഇല്ലാതെ ഞാൻ സെല്ല് കൊടുക്കുകയാണ്. സെല്ല് കൊടുക്കുമ്പോൾ കണ്ടോ ഏകദേശം ഇതേ സെയിം കാര്യത്തിൽ ട്രേഡ് എടുക്കാൻ 8,41,000 രൂപയോളം ഇതിന് ആവശ്യം വരുന്നുണ്ട്. ഏകദേശം കണ്ടോ 8.5 ലക്ഷം രൂപയോളം ആവശ്യം വരുന്നുണ്ട് ഈ ഒരു ഒറ്റ ട്രേഡിന്. ഇപ്പോൾ മനസ്സിലായോ സെല്ലിങ്ങിൽ എത്രത്തോളം ക്യാപിറ്റൽ എക്സ്ട്രാ വേണ്ട വരുന്നുണ്ടെന്ന്. അപ്പോൾ ആ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ സെല് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു കാര്യം കാണിക്കാമെന്ന്. അതാണ് നമ്മുടെ ഇന്ത്യ വിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യ വിക്സ് കണ്ടോ, ഇതാണ് ഇന്ത്യ വിക്സ് എന്ന് പറയുന്നത്. ഇന്ത്യ വിക്സ് നമ്മുടെ വോളറ്റൈലിറ്റീനെ മെഷർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുമായിരിക്കും. വോളറ്റൈലിറ്റീനെ മെഷർ ചെയ്യുന്നത് ഇത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് കിടക്കുന്നത്. ഞാൻ നേരെ ഒരു 10 മിനിറ്റ് ഇടാം, കുറച്ചുകൂടെ മെനയുണ്ടാകും കാണാൻ. അപ്പോൾ ഇത് കണ്ടോ, ഇത് അത്ര ഭയങ്കരമായിട്ടുള്ള വോളറ്റൈലിറ്റി മാർക്കറ്റിലില്ല. 10 ഒക്കെ എന്ന് പറയുന്നത് അത്ര ഭയങ്കര വോളറ്റൈലിറ്റി അല്ല. നമ്മൾ നെക്സ്റ്റ് 30 ഡേയ്സിലേക്കുള്ള ഒരു വോളറ്റൈലിറ്റിയാണ് ഇവിടെ ഇന്ത്യ വിക്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഡെൽറ്റ, ഗാമ, തീറ്റ, വെഗയൊക്കെ. അപ്പോൾ ഇതിന് സെറോദ എടുക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് സെൻസിബിളിൻ്റെ പ്ലാറ്റ്ഫോം എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സെൻസിബിളിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ നേരെ സെൻസിബിളിൻ്റെ പ്ലാറ്റ്ഫോം എടുക്കുകയാണ്. ഓൾറെഡി ഞാൻ സെറോദയായിട്ട് ലോഗിൻ ചെയ്തുകൊണ്ട് ഇതിപ്പോൾ ലോഗിൻ ആകും. ലോഗിൻ വിത്ത് സെറോദ കൊടുത്താൽ മതി. എനിക്ക് ഓൾറെഡി ഞാൻ ലോഗിൻ ചെയ്തുകൊണ്ട് ഇവിടെ ലോഗിൻ ചെയ്യാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ലോഗിൻ ഒന്നുകൂടെ ചെയ്യണം. ഇവിടെ അനലൈസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കണ്ടോ, ഈ അനലൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ചെയിൻ എന്ന് പറയുന്ന സാധനമുണ്ട് കേട്ടോ. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഓപ്ഷൻ ചെയിൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ഇത് കണ്ടോ, ഈ LTP എന്ന് പറയുന്ന സാധനമാണ് പ്രീമിയം. ഈ കോൾസിൻ്റെ LTP നമുക്ക് കാണാൻ പറ്റും. ഇത് ഇപ്പുറത്ത് കണ്ടോ, ഇത് കോൾസിൻ്റെ LTP ആണ്. ഞാനൊന്ന് വലുതാക്കാം. ഇവിടെ കോൾസിൻ്റെ LTP നമുക്ക് കാണാൻ പറ്റും, നമുക്ക് പുട്സിൻ്റെ LTPയും കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ഇത് കണ്ടോ, ഈ 26,100 ആണ് ഇവിടുത്തെ ATM എന്ന് പറയുന്നത്. കണ്ടോ 26,100 ആണ് ഇവിടുത്തെ ATM എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് കോൾസിൻ്റെ സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഈ സെൻസിബിളിൻ്റെ ഒക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ATM, OTM, ITM പറയത്തില്ലേ, അത് സാധാരണ കോൾസിൽ എവിടെ ATM വരുന്നത്, OTM വരുന്നത് മുകളിലാണ് വരുന്നത് അല്ലേ. പക്ഷേ സെൻസിബിളിൻ്റെ ഒക്കെ പ്ലാറ്റ്ഫോമിൽ നേരെ തിരിച്ചായിരിക്കും കേട്ടോ വരുന്നത്. ഇത് സെയിം ഇതിലല്ല വരിക, നേരെ തിരിച്ചായിരിക്കും വരുന്നത്. അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു വഴിയുണ്ട്. അതായത് നമുക്ക് നേരെ ഇപ്പോൾ ATM, OTM, ITM ആ രീതി തന്നെ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ട് എനിക്കിത് യൂസ്ഡ് ആയിട്ടുണ്ട്. അതല്ല നിങ്ങൾക്ക് ഈ ATM, OTM എങ്ങനെയാണോ അത് വരുന്നത് ആ രീതി തന്നെ കാണണം എന്നുണ്ടെങ്കിൽ ഈ സ്ട്രൈക്കിൻ്റെ ഇപ്പുറത്ത് ഇവിടെ ഒരു ഇത് കണ്ടോ,
ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ATM, OTM, ITM പഠിച്ച് ആ രീതിയിൽ തന്നെ കാണാം. ഈ കോൾസിൽ ഇത് കണ്ടോ, കോൾസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് കണ്ടോ, ഈ ATMലുള്ള വില കണ്ടോ, ATMലുള്ളത് ഏകദേശം 107 രൂപയാണ് വില എന്ന് പറയുന്നത്. ATMന് മുകളിൽ കോൾസ് നോക്കണേ, ഈ ഒരു കണ്ടോ, ഇത് കാണുന്നില്ലേ നിങ്ങൾക്ക്, കോൾസിൻ്റെ ഇവിടെ 108 രൂപ, ഈ ഒരു റേഞ്ച്. ഇത് കണ്ടോ, മാർക്കറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും പ്രീമിയം. അപ്പോൾ ഇതിന് മുകളിലോട്ടുള്ള സ്ട്രൈക്കുകളെല്ലാം എന്താ, OTMs ആണ്. OTMസിൽ കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, OTMൽ ഡീപ്പായി പോകുന്ന സമയത്ത് പ്രീമിയം നല്ല കുറവാണ്. ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ OTMസിൽ എന്താണ്, ആകെ കൂടി എന്തേ ഉള്ളൂ, എക്സ്ട്രൻസിക് വാല്യൂ മാത്രമേ ഉള്ളൂ. ആകെ ആ ടൈം വാല്യൂയുടെ കാര്യം മാത്രമേ എവിടെ ഉള്ളൂ, ഈ കോൾ ഓപ്ഷനിൽ OTM സ്ട്രൈക്കിൽ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആകെ ഇത് മാത്രമേ ഉള്ളൂ. എക്സ്പയറിയുടെ സമയത്ത് ഈ OTM സ്ട്രൈക്കുകളെല്ലാം എന്തായി മാറും, 0 ആയിട്ടായിരിക്കും മാറുന്നത്. അപ്പോൾ കാരണം ഇതിനാകെ ഇത് മാത്രമേ ഉള്ളൂ. ഏറ്റവും നിയർ ആയിട്ടുള്ള OTM സ്ട്രൈക്കിനായിരിക്കും ഏറ്റവും പ്രീമിയം. OTM സ്ട്രൈക്ക് ഫാറായിട്ട് പോകുന്ന സമയത്ത് ഇവിടെ പ്രീമിയം ഇങ്ങനെ കുറഞ്ഞായിരിക്കും വരുന്നത്. നമ്മൾ നേരത്തെ എടുത്ത സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഞാൻ ചാർട്ടിൽ കാണിച്ച് 26,600 എന്നോ 5 രൂപയേ ഉള്ളൂ അതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത്. നമുക്ക് കാണാം. ഇനി ITMലോട്ട് നമ്മൾ പോവാം. താഴെ ഇതിവിടെ കണ്ടോ, താഴെ ഈ മഞ്ഞ കളർ, ഏകദേശം ഈ ഒരു കളറിൽ വരുന്ന ഈ ഒരു ITMലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും പ്രീമിയം കൂടി വരുന്നുണ്ടോ. അതിന് കാരണം എന്താ, ഇൻട്രൻസിക്കും എക്സ്ട്രൻസിക്കും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രീമിയം ഹൈ ആയിട്ട് വരുന്നത്. ഇതിൽ പ്രീമിയത്തിലുള്ള ഒരു ചേഞ്ചും നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ. ഇനി പുട്സിൻ്റെ കേസിൽ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ, ഓക്കെ, പുട്സിൻ്റെ കേസ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇത് കണ്ടോ, LTP നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, കണ്ടോ, ഇവിടെ LTP നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ താഴോട്ടുള്ള എല്ലാ OTM, മുകളിലോട്ടുള്ള എല്ലാ ITM. നിങ്ങളെല്ലാവരും ജസ്റ്റ് സെൻസിബിളൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ ഇതൊക്കെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് സെൻസിബിളിൽ നിന്നൊക്കെ ഡയറക്റ്റ് ട്രേഡ് എടുക്കാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇങ്ങനെ വരുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ, ഗ്രീക്സ് വ്യൂ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച ഗ്രീക്കിൻ്റെ ഇതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഗ്രീക്ക് വ്യൂ കൊടുത്ത സമയത്ത് ഇവിടെ കണ്ടോ, ഡെൽറ്റ, ഗാമ, തീറ്റ, വെഗയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഡെൽറ്റ കണ്ടോ, ATMലുള്ള ഡെൽറ്റ കണ്ടോ, ഏകദേശം 0.53 ആണ്. OTMലോട്ട് പോകുന്നതനുസരിച്ച് ഡെൽറ്റ കുറഞ്ഞ് വരുന്നുണ്ടോ, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കുക. നമുക്ക് നോട്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഏത് സ്ട്രൈക്സിലാണ് ഇപ്പോൾ വെഗയൊക്കെ എവിടെയാണ് കൂടുതൽ, എവിടെയാണ് കുറവ്, ഏത് സ്ട്രൈക്സ് ഏറ്റവും വോളറ്റൈൽ, ഇങ്ങനത്തുള്ള ഡീറ്റെയിൽസ് അറിയാൻ ഇത് നമ്മളെ സഹായിക്കുന്നതാണ്. പേഴ്സണലി ഞാനതൊന്നും അത്രയും എടുത്ത് നോക്കാറൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഇതെല്ലാം എടുത്ത് നോക്കാവുന്നതാണ്. ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മൊത്തം ഓൾമോസ്റ്റ് കുറേയൊക്കെ ഇവിടെ തന്നെയുണ്ട്. ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക, ഇതെല്ലാം മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഇത്രയൊക്കെ ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് പറയാം, ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് നമ്മൾ കയറി ചാടേണ്ട ഒരു കാര്യമല്ല. ഓക്കെ, കുറച്ച് സമയമെടുത്ത്, കാരണം ഇതിൽ പ്രോഫിറ്റ് വരുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നല്ല പ്രോഫിറ്റൊക്കെ കാണും. അപ്പോൾ ഭയങ്കരമായിട്ട് വിചാരിക്കും, അയ്യോ ഞാൻ പ്രോഫിറ്റബിൾ ആയല്ലോ. ബൈയിങ് ഒക്കെ ആണെങ്കിൽ എസ്പെഷ്യലി പെട്ടെന്നായിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് ഒരു കൺട്രോൾ പോലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എപ്പോഴും ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നല്ല പോലെ ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. അല്ലാത്ത പക്ഷം ഓപ്ഷൻസിലോട്ട് പെട്ടെന്ന് ഇറങ്ങല്ലേ, ഇക്വിറ്റി ഒക്കെ ചെയ്ത് നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം ഓപ്ഷൻ ട്രേഡിങ്ങിലോട്ട് ഇറങ്ങുക. അതെനിക്ക് എടുത്ത് പറയേണ്ട കാര്യമാണ്. ഇങ്ങനെ ഒരു ഓപ്ഷൻസിൻ്റെ സെഷൻ എടുത്തുകൊണ്ട് പറയുന്നതാണ്. ഇനി ഞാൻ ഇത്രയും കാലം ട്രേഡ് ചെയ്ത കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഓപ്ഷൻസിൽ ഇത്രയും കാലമായിട്ട് ഞാൻ ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞു. പ്രൈവസി മോഡ് ഓഫ് ചെയ്താണ്, അല്ലെങ്കിൽ എന്നാലേ കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഞാൻ ഇത്രയും കാലം ട്രേഡ് ചെയ്ത കൺസോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ റിപ്പോർട്ട്സിൽ നമ്മുടെ PNL നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഇക്വിറ്റി ഇതിൽ ട്രേഡ് ചെയ്യുന്നില്ല, ഓപ്ഷൻസ് മാത്രമാണ്. അപ്പോൾ ഞാൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് ചൂസ് ചെയ്യാണ്. ഇവിടെ ഡേറ്റ് റേഞ്ച് നമുക്ക് കൊടുക്കാം. നമുക്ക് ഏകദേശം ഈ വർഷത്തെ നമുക്ക് നോക്കാം, ഈ ഫൈനാൻഷ്യൽ ഇയറിലെ കാര്യം നമുക്ക് നോക്കാം. ഏപ്രിലിൽ തുടങ്ങി ഏകദേശം നമുക്ക് ഒരു ഡിസംബർ വരെയുള്ള കാര്യങ്ങൾ നോക്കാം. Jan 1 വരെയുള്ള ഒരു കാര്യം നമുക്ക് എടുക്കാം. ഇതാണ് എൻ്റെ ഈ വർഷത്തെ ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, പ്രോഫിറ്റും കാണാൻ പറ്റും, അതേപോലെ ചാർജും ഇതിൻ്റെ നെറ്റ് റിയലൈസ്ഡും കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഗ്രീൻ കളറിൽ കാണുന്നതൊക്കെയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. റെഡ് എന്ന് കാണുന്ന എല്ലാം തന്നെ ഇതിലെ വന്നിരിക്കുന്ന ലോസുകളാണ്. അപ്പോൾ പ്രോഫിറ്റ് മാത്രമായിരിക്കും വരിക, വലിയ പ്രോഫിറ്റ് മാത്രമായിരിക്കും വരിക എന്ന് വിചാരിച്ച് ആരും ഓപ്ഷൻ ട്രേഡിങ്ങിലോട്ട് ഇറങ്ങില്ല. ഇതെല്ലാം നമ്മളുടെ ഒരു ഭാഗമാണ്, ഇതെല്ലാം നമ്മൾ കാണേണ്ട ഒരു കാര്യം കൂടാണ് ഈ ട്രേഡിങ്ങിലോട്ട് വരുന്ന സമയത്ത്. ഇനി നമ്മൾ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിലെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം
ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ ഞാൻ എടുക്കും, അതായത് 2024-25 റേഞ്ച് നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഞാൻ അവിടെയും പ്രോഫിറ്റബിൾ ആയിരുന്നു. ഓൾമോസ്റ്റ് 2.5 ലാക്ക് ആയിരുന്നു ആ ഒരു വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോഫിറ്റും ഉണ്ട് ലോസും ഉണ്ട്. അപ്പോൾ ഓരോ കൊല്ലം കഴിയുന്നതനുസരിച്ച് സ്കെയിൽ ചെയ്താണ് വരുന്നത്. അതായത് സ്കെയിൽ ചെയ്തെന്ന് പറഞ്ഞാൽ ബെറ്റർ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഈ ലാസ്റ്റ് ഫൈനാൻഷ്യലി 2.5 ഉള്ളൂ. ഈ വർഷം ഓൾറെഡി മോർ ദാൻ ഹാഫോളം എത്തിയിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് 4 ലാക്ക് പ്ലസ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുമ്പുള്ള വർഷത്തെ നോക്കാം. 2023 കാര്യം കൂടെ നോക്കാം. ഏപ്രിലാണ് ഫൈനാൻഷ്യൽ ഇയർ വരുന്നത്. ഇതാണ് ഇതിന് മുമ്പുള്ള വർഷം. ഇവിടെ നമുക്ക് കാണാം ഏകദേശം 2.17 ലാക്കാണ് എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ഓരോ കൊല്ലം കഴിയുന്നതനുസരിച്ച് ചെറിയ 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 രീതിയിൽ ബെറ്ററായി വരുന്നത്. ആൻഡ് ഇത് ഒരു ദിവസം കൊണ്ട് നടന്ന കാര്യമല്ല, കുറച്ചധികം നാളുകളെടുത്ത് മാത്രമാണ് ഇത് ശരിയായി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോഫിറ്റ് എന്ന പോലെ തന്നെ അതേ ഈ ചുമലൊക്കെ കാണുന്ന റെഡൊക്കെ കാണുന്നത് ലോസുകളാണ്. അപ്പോൾ ലോസും വരിക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് പ്രോഫിറ്റബിൾ ആകാം എന്ന് ആരും പ്രതീക്ഷിക്കരുത്. എനിക്ക് കുറച്ച് വർഷങ്ങളെടുത്ത് മാത്രം ശരിയായ ഒരു കാര്യമാണ് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ചാടി കയറി ഇതിലോട്ട് ഇറങ്ങണം എന്ന് ഞാൻ പറയത്തില്ല. കുറച്ചധികം സമയമെടുത്ത് ചെറിയ ക്യാപിറ്റലിൽ നിന്ന് തുടങ്ങി. ഞങ്ങൾക്ക് വളരെ ചെറിയ ക്യാപിറ്റലിൽ നിന്ന് തുടങ്ങി. ചെറിയ ക്യാപിറ്റലിൽ നിന്ന് തുടങ്ങാം, പതിയെ സ്കെയിൽ ചെയ്യാൻ നോക്കുക. അതല്ലാതെ ഒറ്റയടിക്ക് പെട്ടെന്ന് എനിക്ക് ഓപ്ഷൻസിൽ കിങ് ആകണം, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന വലിയ സ്ക്രീൻഷോട്ടുകൾ മാത്രം വിശ്വസിക്കരുത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് മാത്രം ട്രേഡിങ്ങിലോട്ട് ഇറങ്ങാം. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ബോക്സിൽ കമൻസ് ആയിട്ട് ഇടാവുന്നതാണ്. ഞാൻ എല്ലാത്തിനും തന്നെ മാക്സിമം റിപ്ലൈ ചെയ്യാം. ഇനി ഏതെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്, നമ്മളിപ്പോൾ മിക്കതും ഷോർട്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഇനിയൊരു ഡീറ്റെയിൽഡ് വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഗ്രീക്സിനെ പറ്റിയോ അങ്ങനെ ഏതെങ്കിലും ടോപ്പിക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ ആൻഡ് സീ ഓൺ നെക്സ്റ്റ് ക്ലാസ്.